മോർണിംഗ് എവരിബഡി. ഇപ്പം നമ്മൾ തുടങ്ങാൻ പോണ ചാപ്റ്ററിന്റെ പേര് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. എന്നോട് ഇന്ന് എഴുതാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഇത് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഒരു ക്വസ്റ്റനൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് പ്രോബബിലിറ്റിയിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫാക്ടോറിയൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എൻ, ചിലർ എൻ ഫാക്ടോറിയൽ എന്നും പറയും. ഡിനോട്ടഡ് ബൈ ദ, ഇങ്ങനെ ആംഗിൾ പോയിട്ട് എൻ എഴുതും, അല്ലെങ്കിൽ എൻ എഴുതിയിട്ട് എന്താ എക്സ്ക്ലമേറ്ററി സൈൻ ഇടും. ഇതിനെ എൻ ഫാക്ടോറിയൽ എന്നാ പറയാം. ഇതിന്റെ അർത്ഥം ദി കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ. അപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെ ഉള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ 0 ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ആസ് 1 എന്നാ പറയാം. 0 ഫാക്ടറിനെ 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. പിന്നെ പ്രൂഫൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 2 നമ്പറിന് അങ്ങോട്ട് ഇൻറ്റു ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ, എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിൽ എഴുതാം. ഉണ്ടോ? അപ്പോൾ 10 ഫാക്ടോറിയൽ ആണെങ്കിൽ 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ, അല്ലെങ്കിൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ. മനസ്സിലായോ? ഇപ്പം 10 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഫാക്ടോറിയൽ ഈക്വൽ ടു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു അപ്പോൾ എത്ര മതി? 6 ഫാക്ടോറിയൽ. അതായത് 1 മുതൽ 6 വരെ അതിൽ പെട്ട്, ബാക്കി 7, 8, 9, 10. ഇതാണ് ഫാക്ടോറിയലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇതിന് 2 നൊട്ടേഷൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, FPC എന്നാ പറയാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അതായത് ടോട്ടൽ നമ്പർ, എത്ര നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇപ്പൊ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എൻ ഈവന്റ് അല്ലെങ്കിൽ ഇഫ് എൻ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ m ഡിഫറെന്റ് വേസ്. ഒരു സംഭവം നടക്കാൻ m ഡിഫറെന്റ് വേസ് ഉണ്ട് വിചാരിക്കാം. ആൻഡ് a second operation can be performed in n different ways. Then the two operations together can be performed in m into n ways. ഇതിനെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു സംഭവം നടക്കാൻ m വേസ് ഉണ്ട്, രണ്ടാമതൊരു സംഭവം നടക്കാൻ, ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്പറേഷൻ നടക്കാൻ n വേസ് ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടി ടുഗദർ ഒരുമിച്ച് നടക്കാൻ എത്ര വഴികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ m into n ways. അപ്പോൾ എത്ര നമ്പർ, എത്ര ഇരട്ട സംഖ്യ ഉണ്ട്, എത്ര 2 ഡിജിറ്റ് നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഇഫ് എൻ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ m ഡിഫറെന്റ് വേസ് ആൻഡ് സെക്കൻഡ് ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ n ഡിഫറെന്റ് വേസ്, ദെൻ ദി 2 ഓപ്പറേഷൻ ക്യാൻ ബി ടുഗദർ പെർഫോംഡ് ഇൻ m into n ways. അപ്പോൾ 4 ഓപ്പറേഷൻ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ ആ 4ന്റെ നമ്പർ ഓഫ് വേസും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് മെത്തേഡ്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഫോംഡ് യൂസിങ് ദി ഡിജിറ്റ്സ് 1, 2, 3, 4. 1, 2, 3, 4 ഉപയോഗിച്ച് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാം? അപ്പം നമ്മൾ 3 ഡിജിറ്റ് നമ്പറിന് വേണ്ട 3 പ്ലേസസ് ഉണ്ടാവും. 100 പ്ലേസ്, 10th പ്ലേസ്, യൂണിറ്റ് പ്ലേസ്, 3 പ്ലേസസ് ആയി. അപ്പം ഈ 100 പ്ലേസിന് എത്ര വഴികളുണ്ടാവും? കണ്ട 4 നമ്പറുകൾ ഉപയോഗിക്കുക. അപ്പം 4 ചാൻസ്. 10th പ്ലേസിനും 4 ചാൻസ്, ഇത് ഏത് നമ്പറും വേണമെങ്കിൽ ഉപയോഗിക്കാം. യൂണിറ്റ് പ്ലേസിനും 4 ചാൻസ്,
അപ്പൊ ടോട്ടൽ നമ്പർ 4 ഇൻറ്റു 4 ഇൻറ്റു 4 എത്രയാ? 64. അപ്പൊ നിങ്ങൾ 1, 2, 3, 4 ഉപയോഗിച്ച് 3 അക്ക നമ്പർ എത്ര ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. 4 ഇൻറ്റു 4 ഇൻറ്റു 4 64. അങ്ങനെ പരീക്ഷയ്ക്ക് ഏത് ടൈപ്പും വരെ അങ്ങനത്തെ കേട്ടോ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഇനി ഇതില് ഒരു അഡീഷൻ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, ആഡ് ചെയ്യാനുള്ള. അപ്പൊ നമ്മള് ഡിഫറെന്റ് കേസസ് വരികയാണ്. അത് ആദ്യത്തിനായിട്ട് ബന്ധമില്ല രണ്ടാമത്തത്. അപ്പൊ നമ്മളിത് പറയുകയാണെങ്കിൽ അഡീഷൻ പ്രിൻസിപ്പിൾ എന്നാണ് മാത്സ് പറയാം. ഇഫ് എൻ ഓപ്പറേഷൻ ക്യാൻ ബി പെർഫോംഡ് ഇൻ m different ways and another operation which is independent of first operation can be performed in n different ways, then either of the two operation can be performed in m plus n ways. നേരത്തെ ടുഗദർ ഒരുമിച്ചായിരുന്നു, ഇപ്പോൾ either of the two operation can be performed in m plus n ways. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളോട് 1, 2, 3 ഉപയോഗിച്ച്, ഹലോ എന്താ സംശയം ഉണ്ടോ? 1, 2, 3 ഉപയോഗിച്ച് എത്ര നമ്പർ ഉണ്ടാക്കാന്ന് വയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ 1 ഡിജിറ്റ് നമ്പർ കൺസിഡർ ചെയ്യണം, 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യണം, 3 ഡിജിറ്റ് കൺസിഡർ ചെയ്യണം. അപ്പൊ 3 ഡിഫറെന്റ് കേസസ് ഉണ്ട്. അപ്പൊ ഇത് 1 ഡിജിറ്റ് നമ്പർ വേറെ, 2 ഡിജിറ്റ് വേറെ, 3 ഡിജിറ്റ് വേറെ. അത് മൂന്നും കൂടി പരസ്പരം ബന്ധമില്ല, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അത് 3 കേസസ് വരുമ്പോൾ ഈ 3 കേസും കൂടി ആഡ് ചെയ്യണം. ഇതാണ് നമ്മൾ NCERT-യിൽ പറയുന്നത് അഡീഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം. എന്താ പറയാ? അഡീഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഹൗ മെനി നമ്പേഴ്സ് ആർ ഫോംഡ് യൂസിങ് ദി ഡിജിറ്റ്സ് 1, 2, 3? എത്ര നമ്പർ ഉണ്ടാക്കാന്ന്. അപ്പൊ കേസ് 1, 1 ഡിജിറ്റ് നമ്പർ, 1 ഡിജിറ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലേസേ ഉള്ളൂ, യൂണിറ്റ് പ്ലേസ്. ഇവിടെ എത്ര ചാൻസ് ഉണ്ട്? 3. അതായത് 1 എന്നുള്ള നമ്പർ ആവാം, 2 എന്നുള്ള നമ്പർ ആവാം, 3 എന്നുള്ള. അപ്പൊ 3 വേസ് ആണ് ഇതിന്റെ ആൻസർ, ഫസ്റ്റ് കേസിന്റെ. ഇനി കേസ് 2, 2 ഡിജിറ്റ് നമ്പറാണ്, ടെൻസ് പ്ലേസും യൂണിറ്റ് പ്ലേസും. അപ്പൊ ടെൻസ് പ്ലേസിൽ നിങ്ങൾക്ക് 3 ചാൻസ് ഉണ്ട്. എന്താ കാരണം? 1 ഉപയോഗിക്കുക, 2 ഉപയോഗിക്കുക, 3 ഉപയോഗിക്കുക. അതുപോലെ യൂണിറ്റ് പ്ലേസിലും 1 ഉപയോഗിക്കുക, 2 ഉപയോഗിക്കുക, 3 ഉപയോഗിക്കുക. അപ്പൊ ടോട്ടൽ എത്രയായി? 3 × 3 9 വേസ് ആയി. കണ്ടോ? ഇനി തേർഡ് കേസ് എന്താ? 3 ഡിജിറ്റ് നമ്പർ. കണ്ടോ? ഇത് 100 പ്ലേസ്, ടെൻസ് പ്ലേസ്, യൂണിറ്റ് പ്ലേസ്. ഇവിടെ 3 ചാൻസ്, ഇവിടെയും 3 ചാൻസ്, ഇവിടെയും 3 ചാൻസ്. അപ്പൊ ടോട്ടൽ 3 × 3 × 3 27 വേസ് ആയി. അപ്പൊ ഇത് 3 കൂടി ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് 27 9 36 3 39 വേസ് ഉണ്ടാവും. ഇതിനാണ് അഡീഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റിയിലും എല്ലായിടത്തും ആവശ്യമായിട്ട് വരും. രണ്ടും കൂടി മാറിപ്പോരുത്. കണ്ടത് 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ് ഒക്കെ ഇൻഡിപെൻഡന്റ്, പരസ്പരം ബന്ധമില്ല. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ചോദിച്ചാൽ അത് 3 കൂടി ആഡ് ചെയ്യണം, വേറെ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് യൂസിങ് 1, 2, 3 എന്നാ പറഞ്ഞത് അല്ലേ? മാക്സിമം 3 ഡിജിറ്റ് വരെ പറ്റുള്ളൂ, വേറെ നമ്പറുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ 4 ഡിജിറ്റ് വരെ പറ്റില്ല. ഇനി അടുത്തത്, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞേല്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളും അഡീഷൻ പ്രിൻസിപ്പിളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പെർമ്യൂട്ടേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പൊ പെർമ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക എന്നർത്ഥം. ഹലോ ആദിത്യ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഓഫ് ദി ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് which can be made by taking some or all of number of things is called permutation എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോണ്ട. അതായത് ഓരോ അടുക്കി വെക്കലും ഓരോ പെർമ്യൂട്ടേഷൻ. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ പാത്രങ്ങളൊക്കെ ചിലവരിങ്ങനെ അടുക്കി വെക്കുന്നതാണ്, അതൊരു പെർമ്യൂട്ടേഷൻ. നമ്മൾ അലമാരയിൽ ഡ്രസ്സ് ഇങ്ങനെ അയൺ ചെയ്ത് ചിലർ വെക്കുന്നുണ്ടാവും,
അത് ഒരു പ്രാവശ്യം വെച്ചാൽ ഒരു പെർമിറ്റേഷനായി, പിന്നെ ഷഫിൾ ചെയ്ത് വെക്കുമ്പോൾ അടുത്ത പെർമിറ്റേഷനായി. ഓരോ വെക്കലും ഓരോ പെർമിറ്റേഷനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ്, ഡിഫറെന്റ് ഓർഡർ, ഓരോ ഓർഡറും ഓരോ അറേഞ്ച്മെന്റ് ആണ്. ABC എന്ന് പറയുന്ന 3 നമ്പർ ഉണ്ട്. ഹൗ മെനി പെർമിറ്റേഷൻസ് ആർ ദർ ടേക്കൺ 2 at a time? 2 എണ്ണം ഈ നിർത്തിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ ചിലവർ പറയും AB അണ്ടാ BA, ഇപ്പൊ 2 എണ്ണം അറേഞ്ച് ചെയ്ത് AB BA ആർ ഡിഫറെന്റ് പെർമിറ്റേഷൻ. കാരണം ഓർഡർ മാറി, ആദ്യം A പിന്നെ B, ആദ്യം B പിന്നെ A, പിന്നെ AC CA BC CB. കണ്ടോ, ഇവിടെ 6 പെർമിറ്റേഷൻ ഉണ്ട്. ഇത് 6 പെർമിറ്റേഷനാണ്. അപ്പൊ നമ്പർ ഓഫ് പെർമിറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ ഈച്ച് ഓഫ് ദി അറേഞ്ച്മെന്റ് ഈസ് കാൾഡ് എ പെർമിറ്റേഷൻ എന്ന് പറയാം. അപ്പൊ ഓരോ അറേഞ്ച്മെന്റ് ഓരോ പെർമിറ്റേഷനാണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെർമിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര അറേഞ്ച്മെന്റ് നടന്നിരിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ഇത് ടേക്കൺ ആൾ അറ്റ് എ ടൈം 3 ഒരുമിച്ച് വേണമെന്ന് വിചാരിച്ചു. അപ്പൊ ABC ACB BAC BCA CAB CBA. കണ്ടോ, ഇത് 6 പെർമിറ്റേഷനാണ്. അപ്പൊ ഇത് ഓരോട് ചോദ്യം ചോദിക്കും, ഇതിൽ എത്ര കോമ്പിനേഷൻ ഉണ്ട്? ഞാൻ പറയും ഇതിൽ ഒറ്റ കോമ്പിനേഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. എന്താ കാരണം? സെയിം കണ്ടന്റ് വന്ന ഒരു കോമ്പിനേഷനാണ്. ABC ACB അതിലൊക്കെ കണ്ടന്റുകൾ ABC ആണ്. അപ്പം അത് സെലക്ഷൻ ആണ്. അവിടെ നമ്മൾ വരുന്നുള്ളൂ പറയാം. അപ്പൊ പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈച്ച് ഓഫ് ദി ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ടേക്കൺ സം. കുറെ എലിമെന്റ്സ് എന്നതിൽ സം അറ്റ് എ ടൈം. ചിലപ്പോൾ 2 എണ്ണം അറേഞ്ച് ചെയ്യുക, 3 എണ്ണം അറേഞ്ച് ചെയ്യുക, എത്ര എണ്ണം വേണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇത് മാത്സിൽ എങ്ങനെയാ ഫോർമുലേറ്റ് വരുന്നത്? ഗിവൺ n തിങ്സ് ടേക്കൺ R at a time, how many permutations are there? n different things taken R at a time. അപ്പൊ അതിന് മാത്സ് പറയാതാ PNR എന്ന് പറയും. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ NCERT-യിൽ. ഓർ NPR. ഇതാണ് ഫോർമുല. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് n ആണ്, അറേഞ്ച് ചെയ്യുന്നത് R എന്നാണ്. ഇനി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് R പ്രോഡക്റ്റ് എന്താ? n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-R-1 വരെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 പ്രോഡക്റ്റ് ആകുമ്പോൾ കഴിഞ്ഞു. ഇതാണ് അതിന്റെ ഫോർമുല. ഇതിന് സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെയും പഠിച്ചിട്ടുണ്ടാവും. അതായത് n ഇൻറ്റു n-1 എക്സെട്ര n-R+1. ഇനി ഇതിന്റെ താഴെ, ഇതിന്റെ തൊട്ട് താഴെ വരുന്ന നമ്പർ ഏതാ? n-R അപ് ടു 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുക. താഴെ n-R അപ് ടു 1 വരെ. അപ്പൊ നമ്മൾ 1 മുതൽ n വരെ ആയി മുകളിലത് എത്തിക്കാൻ വേണ്ടി അപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറയും. താഴെ 1 മുതൽ n-R വരെ, അപ്പൊ n-R ഫാക്ടോറിയൽ. ഇതാണ് NPRന്റെ ഫോർമുല. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n-R ഫാക്ടോറിയൽ. അത് ഒരു 10p3 ആണെങ്കിൽ കുട്ടികൾ ചെയ്യേണ്ടത് എന്താ അറിയോ? 10, 9, 8 എന്ന് എഴുതിയാൽ മതി. ഇത് വെറുതെ 10 ഫാക്ടോറിയൽ ബൈ 10 - 3 ഫാക്ടോറിയൽ എഴുതി സമയം കളയരുത്. 10 - 3 എത്രയാ? 7 ഫാക്ടോറിയൽ അല്ലേ? അപ്പൊ 7 ഫാക്ടോറിയൽ കട്ട് ചെയ്യണമെങ്കിൽ 10, 9, 8, 7 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ. അപ്പൊ ഇത് കട്ടായി പോകും. 19, 8 നമ്മുടെ എളുപ്പത്തിൽ ഇതാണ് പഠിക്കേണ്ടത്. അപ്പൊ എന്താ പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് ഓഫ് ഒബ്ജക്ട്സ്. അതിനാണ് പെർമിറ്റേഷൻ അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഡർ. അപ്പൊ കണ്ടുപിടിക്കാനുള്ള ഫോർമുല NPR. NPRന്റെ അർത്ഥം എന്താ? n ഒബ്ജക്ട്സ് ആർ ഗിവൺ ടേക്കൺ R at a time അറേഞ്ച്ഡ്. അപ്പൊ എന്ത് വരും? NPR. അതിന്റെ ഫോർമുല n ഫാക്ടോറിയൽ ബൈ n-R ഫാക്ടോറിയൽ. ഇതിന് നമ്മൾ ലീനിയർ പെർമിറ്റേഷൻ കൂടി പറയും. ലീനിയർ പെർമിറ്റേഷൻ ചോദിച്ചാൽ ഇതാ പറയാം. ഇനി അടുത്തത്, എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇല്ല. അപ്പൊ ഇനി നമുക്ക് അടുത്തത് സർക്കുലർ പെർമിറ്റേഷൻ. അത് NCERT-യിൽ ഇല്ല, ശ്രദ്ധിക്കണം. അതിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സർക്കുലർ പെർമിറ്റേഷൻ. അപ്പൊ ഈ സർക്കുലർ പെർമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിനെ സർക്കിളിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ലീനിയർ പെർമിറ്റേഷൻ ആണെങ്കിൽ നമ്മളൊരു ലൈനിൽ അറേഞ്ച് ചെയ്യുക. കണ്ട ഫസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു റൗണ്ട് ടേബിളിൽ ഒരു റൗണ്ട് സർക്കിൾ ഒരു 4 ആളെ അറേഞ്ച് ചെയ്യാണ്. കണ്ട ABCD ABCD. ഇതിൽ ആദ്യം ആരാ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വേണമെങ്കിൽ ആദ്യം വരാം.
ABCD BCAD കണ്ടോ? ഫസ്റ്റ് കം ഏതാന്ന് പറയാൻ പറ്റില്ല സർക്കിളിൽ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് അറിയോ? ഒന്ന് കുറച്ചിടും. n-1 ഫാക്ടോറിയൽ. അപ്പൊ നമ്പർ ഓഫ് സർക്കുലർ പെർമുട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ആൾ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ കുട്ടി ഓർക്കേണ്ടത് n-1 ഫാക്ടോറിയൽ ആണ്. നമ്പർ ഓഫ് ലീനിയർ പെർമുട്ടേഷൻ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ. അപ്പം 10 ഒബ്ജക്ട്സ് ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടി പറയേണ്ടത് 10p10 10 ഫാക്ടോറിയൽ എന്നാ പറയാം. 10 ഫാക്ടോറിയൽ. 10 മുതൽ 1 വരെ 10 നമ്പറിന്റെ പ്രോഡക്റ്റ് വരുന്നത്. ഇനി ഒരു സർക്കിളിലാണ് അറേഞ്ച് ചെയ്യണമെങ്കിൽ 10-1 ഫാക്ടോറിയൽ എത്രയാ? 9 ഫാക്ടോറിയൽ. അപ്പോൾ ഇത് ഫോർമുലയായിട്ട് ഓർത്ത് വെക്കുന്നത് NCERT ഇല്ല. ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. ഐസറിന് സർക്കുലർ പെർമുട്ടേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സർക്കുലർ പെർമുട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്ട്സ് ആർ അറേഞ്ച്ഡ് ഓൺ എ സർക്കിൾ. അപ്പൊ അത് 10 പേരുണ്ടെങ്കിൽ 10-1 ഫാക്ടോറിയലാണ് നമ്പർ ഓഫ് ഫേസ്. കേട്ടോ? അതിൽ ഫസ്റ്റ് കം ആരാന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് ഓർത്താൽ മതി. ഒന്ന് കുറച്ചില്ല. ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചത് പഠിക്കുന്ന കാലത്ത് എളുപ്പത്തിന്. അത് കാണാതെ പഠിക്കുകയാണെങ്കിൽ എളുപ്പ. സർക്കുലർ പെർമുട്ടേഷൻ എന്നാൽ n-1 ഫാക്ടോറിയൽ. ലീനിയർ പെർമുട്ടേഷൻ എന്നാൽ 10 ഫാക്ടോറിയൽ, അതായത് n ഫാക്ടോറിയൽ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യും. ഇനി പെർമുട്ടേഷൻ വിത്ത് റെപ്പീറ്റേഷൻ ഉണ്ട്, ആവർത്തിക്കുക. ഇപ്പൊ നമ്മള് ഹിന്ദി കണ്ടോ? ഹിന്ദി എന്ന് പറയുന്ന വേർഡ്, അതിൽ ഐ എന്നുള്ള ലെറ്റർ 2 പ്രാവശ്യം വന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, ഹൗ മെനി പെർമുട്ടേഷൻസ് ആർ ദർ? അതായത് ദി അറേഞ്ച്ഡ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഹിന്ദി, ഹൗ മെനി പെർമുട്ടേഷൻസ് ആർ ദർ ടേക്കൺ ആൾ അറ്റ് എ ടൈം. എല്ലാം ഒരുമിച്ച് വരണം. അപ്പൊ ഇത് മാത്സ് പറയാം. 1 2 3 4 5 5 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റഡ് എലിമെന്റ് വരുന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണം. ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സംശയം ഉണ്ടോ ഐശ്വര്യ? മാത്രം മതി. സർക്കിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് കുറയ്ക്കണം. അതിൽ ഫസ്റ്റ് ഏതാ വരിക എന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓർത്ത് വെച്ചത്. അതിന് പ്രൂഫൊക്കെ ഉണ്ട്, നമുക്ക് അതിന് ടൈമില്ല, അതുകൊണ്ടാണ്. പ്രൂഫൊക്കെ എനിക്ക് ചെയ്യാനറിയാം, പക്ഷെ കുറെ സമയം എടുക്കും, 10-20 മിനിറ്റ് പോകും. അപ്പോൾ 5 പേര് സർക്കിൾ അറേഞ്ച് ചെയ്യണേ എന്താ ഫോർമുല? 5-1 ഫാക്ടോറിയൽ. കേട്ടോ? അത് ഫസ്റ്റിൽ അറേഞ്ച് ചെയ്യണേ കുറച്ചാൽ മതി, പിന്നെ പാടില്ല. ഓക്കെ, അത് മാത്രം മതി. ഇപ്പൊ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. ഇനി ഞാൻ പറഞ്ഞത് പെർമ്യൂട്ടേഷൻ വിത്ത് റിപ്പീറ്റഡ് എലിമെന്റ് ആണ്. ഇത് നമ്മൾ NCERT ഉണ്ട്. അതായത് മിസിസിപ്പി, ഇങ്ങനെ കുറെ വേർഡ്. ഞാൻ ഹിന്ദി എന്നുള്ളൊരു വേർഡ് എടുത്ത്, അപ്പൊ അതിന്റെ മുമ്പ് ഫോർമുല എന്ന് പറഞ്ഞില്ല. ഗിവൺ n ഒബ്ജക്ട്സ്, ഇൻ ദിസ് n ഒബ്ജക്ട്സ് p of them are same kind, ഒരേപോലത്തെ. q of them are same kind, r of them are same kind. പക്ഷെ അതൊക്കെ ഡിഫറെന്റ് ആണ്. p ഒരേ ടൈപ്പ്, q ഒരേ ടൈപ്പ്, r ഒരേ ടൈപ്പ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ടേക്കൺ ആൾ അറ്റ് എ ടൈം ഈസ് n ഫാക്ടോറിയൽ ബൈ p ഫാക്ടോറിയൽ, q ഫാക്ടോറിയൽ, r ഫാക്ടോറിയൽ. അപ്പൊ ആവർത്തിക്കുന്നത് എണ്ണം നോക്കി ഡിവൈഡ് ചെയ്യണം. 1 ആണെങ്കിൽ ഡിവൈഡ് ചെയ്യണ്ട, 1 ഫാക്ടോറിയൽ 1 അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇനിയൊരു വേർഡ് പറയാം, എന്തെങ്കിലും ഒരു വേർഡ്. ഹിന്ദി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ മലയാളം, ഏതെങ്കിലും വേണം. മലയാളം ഉണ്ടോ? അപ്പൊ ഇതിൽ M 2 പ്രാവശ്യമുണ്ട്, A 4 പ്രാവശ്യമുണ്ട്, L 2 പ്രാവശ്യമുണ്ട്, Y 1 പ്രാവശ്യമുള്ള. പ്രശ്നമില്ല. ഹൗ മെനി വേർഡ്സ് ആർ ഫോംഡ് യൂസിങ് ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മലയാളം ടേക്കൺ ആൾ അറ്റ് എ ടൈം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ട 9 ഫാക്ടോറിയൽ ബൈ M 2 പ്രാവശ്യം വരുന്നതുകൊണ്ട് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. കാരണം M അങ്ങോട്ട് മാറ്റിയിട്ടാൽ അതിന്റെ ഉച്ചാരണം മാറില്ല, പ്രൊനൗൺസിയേഷൻ മാറുന്നില്ല. അപ്പൊ M മാറ്റിയിട്ടൊരു കാര്യമില്ലല്ലോ, ഒരേ റിപ്പീറ്റഡ് ആയതുകൊണ്ടാണ്. അതുപോലെ 4 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ. ഇതാണ് ഇപ്പൊ അതിന്റെ ആൻസർ. അപ്പൊ താഴെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം, റിപ്പീറ്റഡ് എലിമെന്റ് കൊണ്ട്. അപ്പൊ ഇത് മറക്കരുത്, ആവശ്യം വരാം കേട്ടോ. അപ്പൊ ഹിന്ദി കൊണ്ട് എത്ര വേർഡ് ഉണ്ടാക്കാം? ടേക്കൺ ആൾ അറ്റ് എ ടൈം 5 ഫാക്ടോറിയൽ ബൈ 2 I വരുന്നുണ്ട്, ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇത് നിങ്ങൾ NCERT ഉണ്ട്, ഓർത്ത് വെക്കുക, നമുക്ക് ആവശ്യമായിട്ട് വരും. പെർമ്യൂട്ടേഷൻ വിത്ത് റെപ്പിറ്റേഷൻ എന്ന് പറയാം. അപ്പൊ അത് പഠിച്ചു വെക്കണം. ഇനി ഇതിൽ ഒരു റാങ്കിന്റെ സിസ്റ്റം ഉണ്ട്, ചിലപ്പം ചോദിക്കാം റാങ്ക്. അതായത്
അപ്പം നമ്മൾ MOTHER, ഇത് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഡിഫറെൻറ്റ് ലെറ്റർ വരുന്ന മദർ. ഹൗ മെനി വേർഡ്സ് ആർ ഫോംഡ് യൂസിങ്? ഹലോ, ആ ഒരു ഡൗട്ട് ഉണ്ട്. നേരത്തെ ഹിന്ദി പറഞ്ഞില്ലേ? ഹിന്ദിയിൽ 2 I ഉണ്ട്. അതില് ബാക്കി വേർഡ്സിനെ നോക്കില്ല നമ്മളപ്പോ? ബാക്കിയൊക്കെ മോളെ ബാക്കിയൊക്കെ ഓരോന്നുള്ളൂ. 1 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്തിട്ട് കാര്യമുണ്ടാ? അതിന്റെ വില ഒന്നല്ലേ? ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി, മറക്കരുത് കേട്ടാ. ഓക്കെ ഓക്കെ. ഇനി മദർ MOTHER. അപ്പം വാട്ട് ഈസ് ദി റാങ്ക്? ഐശ്വര്യ എന്തെങ്കിലും പറയാണ്ട്? ഐശ്വര്യക്ക് ഐശ്വര്യ മദർ എന്ന വേർഡ് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഈ മദർ റാങ്ക് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് പറയാം. വാട്ട് ഈസ് ദി റാങ്ക് ഓഫ് ദി വേർഡ് മദർ? ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മദർ അറേഞ്ച്ഡ് ആസ് ഇൻ എ ഡിക്ഷണറി. വേറെ ലെറ്റർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. അപ്പൊ MOTHER ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ മദർ എന്ന വേർഡ് എത്രാമത്തെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് മദർ അറേഞ്ച്ഡ് ആസ് ഇൻ എ ഡിക്ഷണറി. വാട്ട് ഈസ് ദി റാങ്ക് ഓഫ് ദി വേർഡ് മദർ? മദർ എന്ന വേർഡിന്റെ റാങ്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ ആദ്യം ഒരു റാങ്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഇതിൽ ആദ്യം ഉണ്ടായ ഇംഗ്ലീഷ് ലെറ്റർ ഏതാ? ഞാനിപ്പോൾ ഇത് NCERT മെത്തേഡല്ല, അതിലും ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൽ ആദ്യം വരുന്ന ഇംഗ്ലീഷ് ലെറ്റർ ആൽഫബറ്റ് E ആണ്. അവിടെ 1 എന്നുണ്ട്. H ആണ് രണ്ടാമത്തെ, അവിടെ 2 എന്നുണ്ട്. അതിന് 3. പിന്നെ M3, നല്ലോണം ശ്രദ്ധിക്കണം എല്ലാവരും. O4, 6, 5, TR. അപ്പൊ 6 എണ്ണത്തിന് 1, 2, 3, 4, 5, 6 എഴുതി. അതായത് E ആണ് ആദ്യം ഉണ്ടായത്, അതിന് 1 നോട്ട് ചെയ്യുക. H രണ്ടാമത്തെ ലെറ്റർ 2. അപ്പൊ ഇതില് 6 ഡിഫറെന്റ് ലെറ്റർ വന്നത്. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ നോക്കുക. 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ. കണ്ടോ? ഇതിന്റെ ഇടയ്ക്കൊക്കെ പ്ലസ് സൈൻ ഉണ്ട്. അപ്പൊ 0 ഫാക്ടറിൽ തുടങ്ങി 6 എണ്ണം ആകുമ്പോൾ 5 ഫാക്ടറി വരെ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിക്കുക. ഇതാണ് അതിന്റെ ഷോർട്ട് കട്ട്. അപ്പൊ NCERT ഇത് ലെങ്തി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ എഴുതി മനസ്സിലാക്കുക. ഇതിൽ 1-2 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ എമ്മിന്റെ മുകളിൽ 3 ആണ്. ആദ്യത്തെ ലെറ്റർ മദർ, എമ്മിന്റെ മുകളിൽ 3 ആണ്. 3-നേക്കാളും മുന്നിൽ വന്നവര് ബെറ്റർ റാങ്ക് എന്ന് ഇംഗ്ലീഷ് പറയാം. ബെറ്റർ റാങ്ക് കണ്ട 2, 1, 2 പേരുണ്ട്. അപ്പൊ ഇവിടെ 2 ഇൻറ്റു എന്ന് എഴുതണം. 2 പേര് 3-നേക്കാൾ മുന്നിൽ വന്നവരുണ്ട്. അപ്പൊ ഇവിടെ 2 ഇൻറ്റു, എന്നിട്ട് എമ്മിനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പൊ എമ്മിന്റെ പോസിബിലിറ്റി കഴിഞ്ഞു. ഇനി ഓന്റെ മുകളിൽ 4 ആണ്. 4-നേക്കാൾ മുന്നിൽ റൈറ്റ് സൈഡ് നോക്കുക. 4-നേക്കാളും മുമ്പിൽ 2 പേരുണ്ട്. ഏതൊക്കെയാ? 2ഉം 1ഉം. അപ്പൊ ഈ 4 ഫാക്ടറിന് മുന്നിൽ 2 ഇൻറ്റു എന്ന് എഴുതണം. ഇതും കട്ട് ചെയ്തു. പിന്നെ മൂന്നാമത്തത് Tയുടെ മുകളിൽ 6 ആണ്. 6-നേക്കാളും മുകളിൽ 1, 2, 3 പേരുണ്ട്. ശ്രദ്ധിക്കും. പറഞ്ഞോ മോളെ. ആദ്യം ഞാൻ പറഞ്ഞ MOTHER എന്ന് എഴുതി. ശ്രദ്ധിക്കേ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? റാങ്കിന്റെ ഹലോ, കണ്ടിട്ടുണ്ടോ? അറിയില്ല. അത് ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. MOTHER. അപ്പൊ ചോദ്യം ഇതാണ്. All the letters of the word mother arranged as in a dictionary. What is the rank of the word mother? നല്ലോണം ശ്രദ്ധിച്ചോളി. ഇത് പുസ്തകം നോക്കിയാലൊന്നും കിട്ടൂല. നിങ്ങൾ പുസ്തകത്തിൽ നോക്കി അങ്ങനെയൊന്നും ആരും ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ ആദ്യത്തെ ഇംഗ്ലീഷ് ലെറ്റർ ഏതാ? ആൽഫബറ്റിക് ഓർഡറിൽ E ആണ്. അവിടെ 1 എന്നില്ല. ഫസ്റ്റിൽ 1. രണ്ടാമത്തെ Hന്റെ അവിടെ 2. നല്ലോണം ശ്രദ്ധിക്കുക ഓർഡറിൽ. പിന്നെ M3, O4, 6, 5, TR. അത് മനസ്സിലായോ എഴുതിയത്? 1, 2, 3, 4, 5, 6 എഴുതിയത് മനസ്സിലായോ കുട്ടിമോളെ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? മാത്സിൽ ഫാക്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അപ്പൊ ഇവിടെ 0 ഫാക്ടോറിയൽ ഉണ്ടോ? 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 6 എണ്ണായാൽ നിർത്തണം. കാരണം ഇതിൽ 6 ലെറ്റർ ഉള്ളത്. 6 എണ്ണാകുമ്പോൾ നിർത്തണം.
അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലസ് സൈൻ ഇടുക എല്ലാത്തിലും. അപ്പൊ എനിക്ക് സംശയം വേണ്ട. ഉണ്ടോ? പ്ലസ് സൈൻ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഈ MOTH ആയാൽ ആദ്യത്തെ ലെറ്റർ M ആണ്. അപ്പൊ എമ്മിന്റെ മുകളിലെ സഫിക്സ് 3 ആണ്. എമ്മിന്റെ മുകളിലെ സഫിക്സ് 3 ആണ്. അപ്പം 3-നേക്കാളും എത്ര ബെറ്റർ റാങ്ക് മുന്നിൽ അപ്പുറത്ത് റൈറ്റിലുണ്ട് നോക്കുക. 2ഉം 1ഉം. 3-നേക്കാൾ കുറഞ്ഞ 2 സംഖ്യകൾ വരുന്നത് കൊണ്ട് ഇവിടെ 2 ഇൻറ്റു എന്ന് എഴുതണം. എന്നിട്ട് എമ്മിനെ കട്ട് ചെയ്യുക. M പോയി. മദർ തുടങ്ങാൻ പോണ 2 എന്നാണ്. ഇനി രണ്ടാമത്തെ ഓയുടെ മുകളിൽ 4 ആണ്. 4-നേക്കാളും താഴെ വന്ന എത്ര നമ്പർ റൈറ്റ് സൈഡിലുണ്ട് നോക്കുക. അവിടെ 2 ആണ്. അപ്പൊ ഇവിടെ 2 ഇൻറ്റു എന്ന് എഴുതാം. അതും കട്ട് ചെയ്യുക. നല്ലോണം ശ്രദ്ധിക്കുക. ഇനി തേർഡ് ടിയുടെ പവറിൽ 6 ആണ്. 6 വന്നത് കൊണ്ട് 6-നേക്കാളും താഴെ വരുന്ന 3 നമ്പർ ഉണ്ട്. അപ്പൊ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും പോയി. ഇനി H ആണ്. Hന്റെ പവറിൽ 2 ആണ്. തലയിൽ 2 ആണുള്ളത്. 2-നേക്കാൾ ഒരു നമ്പർ റൈറ്റ് സൈഡ് ഉള്ളൂ. അപ്പൊ ഇവിടെ 1 ഇൻറ്റു എന്ന് എഴുതാൻ പാടുള്ളൂ. കണ്ടോ? അതും പോയി. ഇനി E ആണ്. E-നേക്കാളും വലിയ നമ്പറാണ് അവിടെ ഉള്ളത്. അതിന്റെ താഴെ ആരും ഇല്ല. 1-നേക്കാൾ താഴെ ആരും ഇല്ല. സോ യു ടേക്ക് ഹിയർ 0. ഇല്ല എന്നുള്ളത് കാണിക്കാൻ 0. പിന്നെ 5 കഴിഞ്ഞ നമ്പർ ഇല്ല. ഈ അവസാനത്തെ എപ്പോഴും വേണം. അവിടെ നമ്പർ ചെക്ക് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് അത് എപ്പോഴും ഈ 1 ഉണ്ടാവും. ഇത് എത്രയാണെന്ന് അറിയോ? 120 പ്ലസ് 24 പ്ലസ് 3 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 0 പ്ലസ് ഇത് 1 ആണ്. ഈ 1 മറക്കരുത്. അപ്പൊ 240, 48, 18, 2, 1. അപ്പൊ ഇത് കൂട്ടുമ്പം എത്രയാ? 309. ഇതാണ് അമ്മയുടെ റാങ്ക്. അപ്പൊ മദറിന്റെ റാങ്ക് ഇതാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോണ്ടാച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഡിഫറൻ്റ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നത്. ഇനി റിപ്പീറ്റ് ചെയ്യുന്നത് ചോദിക്കില്ല ഞാൻ, കേട്ടോ. റിപ്പീറ്റ് ചെയ്യണമെന്നും ചെയ്യാം. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നില്ല. ഇതാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഫാദർ ഒന്ന് എടുക്കാം. FATHER. അച്ഛനും അമ്മയല്ലേ നമ്മളെ മെയിൻ ആൾക്കാർ. ഫാദർ. അപ്പൊ ഫാദർ റാങ്ക് ഇതുപോലെ കാണണം. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഓൾ ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഫാദർ അറേഞ്ച്ഡ് ആസ് ഇൻ എ ഡിക്ഷണറി. വാട്ട് ഈസ് എ റാങ്ക് ഓഫ് ദി വേർഡ് ഫാദർ? ചോദിക്കുകയാണ്. എല്ലാം ഉപയോഗിക്കണം. ഇത് ആൽഫബറ്റിക് ഓർഡർ എഴുതിയാൽ ഫാദർ എത്താമത്തെ റാങ്കാണ്. ഫാദർ എന്ന നമ്പർ എപ്പോഴാണ് വരുന്നത്? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ മക്കളെ? ഇതിൽ ആദ്യം വന്ന ലെറ്റർ ഏതാ? എ അല്ലേ? ഫസ്റ്റ്. പിന്നെ ഏതാ? E 2. നല്ലോണം ശ്രദ്ധിച്ചോളി. F ABCD EF അല്ലെ? H 4, R 5, T 6. അല്ല, ഇവിടെ 6 എണ്ണം വന്നത്. അപ്പൊ നമുക്കിതൊന്ന് ക്ലാസ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നിർത്തുകയാണ്. ഇനി ക്ലാസ്സിൽ വരുന്നുണ്ട് ചെയ്യാൻ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? 6 നമ്പേഴ്സാണ് ഉള്ളത്. എവിടെ തുടങ്ങാൻ പറയും? 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ. 6 എണ്ണമായി. ഇനി ഗ്യാപ്പിൽ പ്ലസ് ഇല്ല. കേട്ടോ. ഇനി എങ്ങനെ ഇവിടെ ഫില്ല് ചെയ്യേണ്ട നമ്പർ നോക്കാം. Fന്റെ മുകളിലെ നമ്പർ 3 ആണ്. 3-നേക്കാളും താഴെ വരുന്ന നമ്പർ എത്ര ഉണ്ട് നോക്കാം. 1ഉം 2ഉം. 1ഉം 2ഉം. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് പോയി. ഇനി എയുടെ റാങ്ക് 1 ആണ്. 1-നേക്കാളും താഴെ വരുന്ന നമ്പർ ഉണ്ടോ മക്കളെ? അയ്യേ ഇല്ല. 6, 4, 2, 5. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 0. അതും പോയി. ഇനി 6-നേക്കാളും താഴെ 3 നമ്പർ ഉണ്ട്. അപ്പൊ ഇവിടെ 3 ഇൻറ്റു 6 പോയി. 4-നേക്കാൾ താഴെ ഒരു നമ്പർ ഉണ്ട്. അപ്പം 4-നേക്കാൾ താഴെ ഒരു നമ്പർ ആകുമ്പോൾ 1 ഇൻറ്റു ഉണ്ട്. അതും പോയി. 2ന്റെ താഴെയുള്ള നമ്പർ അല്ല 5. താഴെയുള്ളതല്ലോ. അപ്പൊ 0. ശ്രദ്ധിക്കുക. അതും പോയി. 5 അപ്പുറത്തെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഇത് എപ്പോഴും വേണം. എത്രയാ? 240. ഇത് 0. 18, 2, ഈ 1 കൂടി ഉണ്ടാവും. കണ്ടോ? അപ്പൊ എത്രയാ വരുന്നത്? 261. അപ്പൊ അച്ഛന്റെ റാങ്ക് 261, അമ്മയുടെ റാങ്ക് 309. ആലോചിച്ചോടി, മറന്നുകൊണ്ട്. ഇനി നമുക്ക് നമ്മളെ മെറ്റീരിയലിൽ സച്ചിൻ എന്ന് പറയുന്ന ആളെ റാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഇത് മനസ്സിലായോ എഴുതിയത് കുട്ടികളെ? ശ്രദ്ധിക്കുക. ഓക്കെ കേട്ടാ. ഇത് ചോദിച്ചിട്ടുണ്ടതുപോലത്തെ. അപ്പം അടുത്തേക്ക് പോവാം. ഇനി നമുക്ക് എന്താണ് വൈഭവ?
ഇവിടെ 240യും 18ഉം 2ഉം 1ഉം എങ്ങനെ വന്ന മനസ്സിലായില്ല. മോനെ 240 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 120 ആണ് കുട്ടാ. അപ്പൊ 2 ഇൻറ്റു 120 240. മനസ്സിലായോ? മനസ്സിലായി. 18 എങ്ങനെയാന്ന് മോനെ മനസ്സിലായോ? 3 ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പൊ 3 ഇൻറ്റു 6 മോനെ 18 എടാ. പിന്നെ ഓക്കെ സർ. നിനക്ക് 1 ഇൻറ്റു 2 ഫാക്ടോറിയൽ. 1 ഇൻറ്റു 2 എത്രയാ? 2. ഓക്കെ. പിന്നെ 0 ഫാക്ടറിൽ 1 ആണ്. മോൻ കൂട്ടുമ്പോൾ 261 വരും. ഇനി അമ്മേനെ അച്ഛനായിട്ടും തല്ലിപിടി കൂടരുത്. അമ്മയുടെ റാങ്കാണ് കൂടുതൽ, ഓർത്തോ. 309. അച്ഛൻ്റെ റാങ്കാണ് കുറവ്, 261. ഓക്കെ ബൈ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും. നമ്മളെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യും, പേടിക്കണ്ട. ഇനി നമുക്ക് കോമ്പിനേഷനിലേക്ക് പോവാം. കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദി ഡിഫറെൻറ്റ് സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ സം ഓർ ഓൾ ഓഫ് ദം അറ്റ് എ ടൈം. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അത് കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുകയാണ്. മനസ്സിലായോ? നമ്മളൊരു പാൻറ്റും ഷർട്ടും മേടിച്ചു. ചിലപ്പോൾ ആദ്യം പാൻറ് വാങ്ങും, അതിന് മാച്ചായിട്ട് ഷർട്ട് മേടിക്കും. ചിലരെന്ത് ചെയ്യും? ആദ്യം ഷർട്ട് മേടിക്കും, അതിന് മാച്ചായിട്ട് പാൻറ് വാങ്ങും. അപ്പോൾ അതൊരു കോമ്പിനേഷനാണ്. ഷർട്ടും പാൻറ്റും, പാൻറ്റും ഷർട്ടും എന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ABCR 3 items. നമ്പർ ഓഫ് കോമ്പിനേഷൻ ടേക്കൺ ഓൾ അറ്റ് എ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ABC എന്നേ പറയാൻ പറ്റുള്ളൂ. എയും ബിയും സിയും സെലക്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും BCA എഴുതി കൂടാ. പക്ഷെ ഇതിലെ കണ്ടന്റ് സെയിം ആയതുകൊണ്ട് അത് ഒരേ കോമ്പിനേഷനാണ്, ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷനാണ്. അപ്പോൾ ടേക്കൺ ആൾ അറ്റ് എ ടൈം ഇവിടെ NC എന്ന പറയാം, മുഴുവൻ സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ ABC ഇതിൽ 1 വീതം സെലക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര പെർമ്യൂട്ടേഷൻ കുറേ ഉണ്ടാവും അല്ലേ? ഒന്നേ സെലക്ട് ചെയ്യണുള്ളൂ, കണ്ടോ? അപ്പം 3 കോമ്പിനേഷൻ, 3 പെർമ്യൂട്ടേഷൻ. അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് 2 1 2 3. ടേക്കൺ 2 അറ്റ് എ ടൈം ആണെങ്കിലോ AB BC AC, കണ്ടോ? അപ്പോൾ നിങ്ങൾ BA എന്ന് പറയാൻ പാടില്ല. BA എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റിന് ഇതിൽ വരുന്നത്. CB എന്ന് പറയാൻ പാടില്ല. ഇതിലെ കണ്ടന്റിന് ഇതിൽ വരുന്നത്. CA എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇത് എടുക്കാൻ പാടില്ല. ഇത് രണ്ടും എടുക്കണതിന് എന്താ പറയുക? പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെലക്ഷൻ ആണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമുല എന്താ പറയുക? ഗിവൺ N ഒബ്ജക്ട്സ് സെലക്ട് R അറ്റ് എ ടൈം, NCR. ചിലർ CNR എന്ന് എഴുതും. ചില ആൾക്കാർ ഇത് പോരായിട്ട് IIT ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും NR എന്ന് എഴുതും, ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട്. കോമ്പിനേഷനാണ് വായിക്കുക, NR. ഇതൊക്കെ കോമ്പിനേഷൻ നൊട്ടേഷനാണ്. എന്താ വായിക്കുക? നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് N ഒബ്ജക്ട്സ് ടേക്കൺ R അറ്റ് എ ടൈം. നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് N ഒബ്ജക്ട്സ് ടേക്കൺ R അറ്റ് എ ടൈം, CNR NCR. അപ്പം ഇതിനൊരു ഫോർമുല നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. N ഫാക്ടോറിയൽ ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. അതൊക്കെ NCERT ഉള്ളതാണ്. അപ്പം അതിനെ പുറകെ പോകുന്നില്ല, പ്രൂഫൊന്നും കിടക്കുന്നില്ല. അപ്പം ഇത് നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ 10C3 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 3 നമ്പർ മുകളിലും താഴെ 1 മുതൽ 3 വരെ ഇങ്ങനെ പഠിക്കണം. ഇത് വെച്ചാൽ ഇതിനെ കിട്ടാം. സംശയമുണ്ടോ? വാട്ട് ഈസ് 10C3? 10 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര വരും? 10 9 8 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ. അപ്പോൾ 7 ഫാക്ടോറിയൽ കട്ട് ചെയ്യും, കണ്ടോ? 10 9 8 3 ഫാക്ടോറിയൽ. എത്ര വരും? 10 9 8 1 2 3. ഇപ്പോൾ കറക്റ്റാണ്. അപ്പം ഇതൊന്ന് ഓർത്ത് വെക്കുക. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സെലക്ഷനാണ്. AB and BA ആർ ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻ ബട്ട് സെയിം കോമ്പിനേഷൻ. അപ്പം നമ്മൾ വാട്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, H2O വെള്ളമാണ്. അത് ചിലർ മാത്സിൽ OH2 എന്ന് എഴുതിയാലും ഇവിടെ ഇതിലെ കണ്ടന്റ് സെയിമാണ്. 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ, 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. ഇത് രണ്ടും സെയിം കോമ്പിനേഷനാണ്. ബട്ട് ആദ്യം ഏത് വന്നു എന്ന് പറയുമ്പം പെർമ്യൂട്ട് ചെയ്യുമ്പോൾ മാറി, ഓർഡർ മാറിയ കോമ്പിനേഷൻ സെയിം ആവും, പെർമ്യൂട്ടേഷൻ ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഇത് 2 പെർമ്യൂട്ടേഷനാണ്, സെയിം കോമ്പിനേഷനാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. AB and BA ആർ സെയിം സെലക്ഷൻ ബട്ട് ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻ. മറക്കരുത് കേട്ടോ. ഇനി ഇതിനെ കുറച്ച് ഫോർമുലകളൊക്കെ ഉണ്ട്, അതാണ് പറയാൻ പോണത്. ഇതിനർത്ഥം എന്താ? CN0 അല്ലെങ്കിൽ NC0. ഗിവൺ N ഐറ്റം 0 ആർ സെലക്ടഡ്. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ചപ്പൽ നോക്കി, നമ്മളെ സൈസിന് പാകമല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അതൊരു ചാൻസാണ്. അതുപോലെ NP0 1 മറക്കരുത്.
നമ്മളൊന്നും സെലക്ട് ചെയ്യാതെ ഒന്നും അറേഞ്ച് ചെയ്യാതെ പോണത് ഒരൊറ്റ അവസരമേ ഉള്ളത്. അല്ല, ഒരു കടയിൽ പോയിട്ട് ഒന്നും വാങ്ങാതെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ചാൻസാണ്. പിന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ചീത്ത അറിയും. അപ്പം NC നോട്ട് 1 ആണ്. NCN എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു കടയിലുള്ള ഫുൾ സാധനം എടുക്കുകയാണ്. ഐറ്റം തന്നിട്ട് നിങ്ങൾ ആ ഐറ്റം സെലക്ട് ചെയ്യാണ്. പിന്നെ ആർക്കും അത് കിട്ടൂല. അതും 1 ഉണ്ടാവുള്ളൂ. ഒരു കട വിലക്കെടുക്കാന്ന് ഒരു ചാൻസേ ഉള്ളൂ. അപ്പം NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മുടെ ഫോർമുല ഉപയോഗിച്ചാൽ അതാ കിട്ടുക. അതുപോലെ ഇവിടെ NPN എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, N ഫാക്ടോറിയൽ ആണ്. മറന്നു പോകരുത്, N ഫാക്ടോറിയൽ. പിന്നെ NCR ഈക്വൽ ടു NCP ഇങ്ങനെ ആരെങ്കിലും തരികയാണെങ്കിൽ, NCR ഈക്വൽ ടു NCP ആണെങ്കിൽ ദെൻ P ഈക്വൽ ടു R ആവാം. പിന്നെ ഹെഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ടെയിൽ ആവാം. ഓർ ഇതും സംഭവിക്കാം, P ഉം R ഉം ഈക്വൽ ആവാം. അല്ലെങ്കിൽ N ഈക്വൽ ടു R പ്ലസ് P. അപ്പം ഞാനൊരു എക്സാമ്പിൾ ചെയ്താണ്. 10C3 ഈക്വൽ ടു 10C7 കണ്ടോ, 3 7 കൂട്ടി വയ്ക്കിയ 10 ആണ്. അപ്പം ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, NCR ഈക്വൽ ടു NCN മൈനസ് R. ഇതും പഠിച്ചു വെക്കണം. NCR ഈക്വൽ ടു NCN മൈനസ് R. NCR ഈക്വൽ ടു NCP, P ഈക്വൽ ടു R, N ഈക്വൽ ടു R പ്ലസ് P ഓർ N ഈക്വൽ ടു R പ്ലസ് P. NCR ഈക്വൽ ടു NCN മൈനസ് R. ഇതൊക്കെ NCRTയിലുണ്ട്. ഇനി ഇത് പഠിക്കണം, NCR ബൈ NCR മൈനസ് 1. വലിയതാണ് മുകളിൽ കണ്ടോ, ഇവിടെ 6, ഇവിടെ R മൈനസ് 1 ഉള്ളൂ. അപ്പം ചെയ്യേണ്ടത് N മൈനസ് താഴത്തെ ടെയില് ഡിവൈഡിങ് ബൈ മുകളിലെ ടെയില്. ഈ ഫോർമുല മറക്കരുത്. എക്സാമ്പിൾ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ. 10C4 ബൈ 10C3 ഇതെങ്ങനെ പെട്ടെന്ന് എഴുതുക, 10 മൈനസ് 3 ബൈ 4. ഇതിൻ്റെ അർത്ഥം 7 ബൈ 4. കണ്ടോ, ഇനി സംശയമുള്ളവർക്ക് ഉപയോഗിക്കാം. ഫോർമുല ഉപയോഗിച്ച് എന്ത് വരും മക്കളെ, 10C4 നല്ല 10 9 8 7 താഴെ 1 2 3 4. 10C3 എന്ന് പറഞ്ഞാലോ 10 9 8 1 2 3 കണ്ടോ, 1 2 3 വെട്ടിപ്പോയി. 10 9 8 വെട്ടിപ്പോയി കണ്ടോ. അപ്പം 7 ബൈ 4 വരും. അപ്പോൾ അത് എളുപ്പത്തിൽ പഠിക്കേണ്ടത് എങ്ങനെയാ, ഇതൊക്കെ ഫോർമുല NCR ബൈ NCR മൈനസ് 1, N മൈനസ് R മൈനസ് 1. മറന്നു പോകരുത്. ഇനി അപ്പം ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ കുട്ടികളെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഫോർമുല കാണാതെ പഠിക്കണം. വൈഭവേ, ഹലോ, സംശയം ഉണ്ടോ മോനെ? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല. ഏതാ ലാസ്റ്റ് മോനെ, ഏതാ പറഞ്ഞ? 7 ബൈ 4 ഏതാ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ഫോർമുല പഠിക്കണം, NCR ബൈ NCR മൈനസ് 1. ഇത് ചെയ്യേണ്ട ഹെഡ് സെയിം ആണ്. ടെയിലിന്റെ വ്യത്യാസം 1 വന്നാൽ ഇതിന്റെ ഫോർമുല N മൈനസ് താഴത്തെ ടെയില് ഡിവൈഡ് ബൈ മുകളിലെ ടെയിൽ. ഇതാ ഫോർമുല. അപ്പൊ നോക്കിക്കോ, 10C5 ബൈ 10C4 നമ്മളെ ഫോർമുല എന്താ? ഹെഡ് 10 മൈനസ് ആരാ താഴത്തെ ടെയില് 4 അല്ലടാ മോനെ, 4 ഡിവൈഡിങ് ബൈ നോക്ക് 6 അല്ലേ. അപ്പൊ ഏതാ ഇത് കമ്പയർ ചെയ്യും, ഇത് രണ്ടും കമ്പയർ ചെയ്യും മോനെ. 6ന്റെ സ്ഥാനത്ത് ആരടാ? 5. കേട്ടാ. അപ്പൊ നീ ഫോർമുല വെച്ച് ചെയ്യാൻ പോയാൽ കാണിച്ചു തരാം, നിന്റെ സമയം പോകും. 10 9 8 7 6 താഴെ 1 2 3 4 5. 10C4 10 9 8 7 1 2 3 4. ഇത് എഴുതുമ്പോഴേക്കും അവിടെ പണി കഴിഞ്ഞോണ്ടാ. 10 9 8 7 കണ്ട കട്ട് ചെയ്ത് 1 2 3 4 കണ്ട കട്ട് ചെയ്ത് എത്ര കിട്ടി? 6 ബൈ 5. അത്ര ഫാസ്റ്റായി. അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്, NCR പ്ലസ് NCR പ്ലസ് 1. NCRTയിലുള്ള NCR പ്ലസ് NCR പ്ലസ് 1. ഇതിന്റെ പ്രത്യേകത എന്താ? രണ്ടിന്റെ ഹെഡ് സെയിം ആണ്, വാലിന്റെ വ്യത്യാസം 1 വരണം. അങ്ങനെ വന്നാൽ ഹെഡിന്റെ കൂടെ 1 കൂട്ടുക, എന്നിട്ട് വലിയ വാൽ എഴുതുക. എന്താ അപ്പൊ അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം, ഹെഡിന്റെ കൂടെ 1 കൂട്ടിയിട്ട് വലിയ വാൽ എഴുതണം. അത് ആവശ്യം വരുന്ന എക്സാമ്പിള് 10C3 പ്ലസ് 10C4. അപ്പൊ ഹെഡ് സെയിം ആണ്, വാലിന്റെ വ്യത്യാസം 1 ആണെങ്കിൽ സമ്മേഷൻ വരുമ്പോ എങ്ങനെ വരിക? ഹെഡിന്റെ കൂടെ 1 കൂട്ടുക, 11 വലിയ വാൽ എഴുതുക. ഇത് മറക്കരുത് മക്കളെ. ഇതൊക്കെ NCRT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പ്രൂഫ് വരെ ഉണ്ട്.
നമുക്കതിന് പ്രൂഫൊന്നും ഇപ്പം എൻട്രൻസിന് ആവശ്യമില്ല. അപ്പം NCR പ്ലസ് NCR പ്ലസ് 1 N+1 CR പ്ലസ് 1. ചിലവരിങ്ങനെയും പറയും NCR - 1 പ്ലസ് NCR. അപ്പം ഹെഡിൻ്റെ വ്യത്യാസം 1 അപ്പം ഹെഡിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് വലിയ വാൽ എഴുതുക. കണ്ടോ, N+1 CR. അപ്പൊ നമ്മളെ NCERT-യിൽ ഉണ്ട്, ഓർത്ത് വെക്കുക. സംശയമുണ്ടോ? ഹലോ, അപ്പൊ ക്ലിയറായി. നായ കുറച്ചില്ലേ? അപ്പൊ ഇത് ഫോർമുല NCERT-യിൽ ഉള്ളതാണ്. ആർക്കെയും എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി പ്രൂഫൊക്കെ കാണിക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ട്. ആർക്കെയും സംശയം ഉണ്ടോ? NCERT റിസൾട്ടാ? ഓക്കെ. ഇനി നമുക്ക് ഇതിന് അപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമുക്ക് എത്ര സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കാം. ഇപ്പോൾ അതാ given n points in a plane. നല്ല ശ്രദ്ധിക്കുക, n points in a plane. No 3 of which are collinear. 3 പോലും കൊളീനിയർ അല്ല, ഒരേ ലൈനിൽ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഒരേ ലൈനിൽ 3 വന്നാൽ കൊളീനിയർ എന്നാ പറയാം. ഞാൻ 6 പോയിന്റ് തന്നിട്ടുണ്ട്. ഹൗ മെനി ലൈൻസ് ആർ ഡ്രോൺ? എത്ര ലൈൻസ് വരയ്ക്കാന്ന്. അപ്പൊ അതിന്റെ ഫോർമുല NC2 എന്നാണ്. കണ്ടോ, NC2. എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NC3. എത്ര ക്വാഡ്രാറ്റ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ NC4. കാരണം 4 വേണം. ലൈൻ ആവാൻ 2 പോയിന്റ് മതി. ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 പോയിന്റ് വേണം. പെൻഡഗൺ ഉണ്ടാക്കാനോ 5 പോയിന്റ് വേണം. എക്സഗൺ ഉണ്ടാക്കാൻ 6 പോയിന്റ് വേണം. ഈ ട്രയാങ്കിൾ വരെ ചോദിക്കലുള്ളൂ കേട്ടോ. അപ്പം ഇത് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ്. എന്നോട് ഞാൻ പറയാം, given n points in a plane, how many lines are drawn? No 3 of which are collinear. കൊളീനിയർ ആയിട്ട് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ NC2. ഇത് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ്. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണെങ്കിൽ NC3. നമ്പർ ഓഫ് ക്വാഡ്രാറ്റ് ആണെങ്കിൽ NC4. നമ്പർ ഓഫ് പെൻഡഗൺ ആണെങ്കിൽ NC5. നമ്പർ ഓഫ് ഹെക്സഗൺ ആണെങ്കിൽ NC6. അപ്പൊ ഇത് മറക്കരുത്. ഇനി ഈ n പോയിന്റ്സ് എന്നിട്ട് അതിൽ m ഓഫ് ദം ആർ സെയിം ലൈൻ, ഒരേ ലൈനിലാണ് കിടക്കുന്നതെങ്കിൽ given n points, m of them are collinear. ഇത് കൊളീനിയർ ആണ്, ഒരേ ലൈനിലാണ്. n ഐറ്റം തന്നിട്ട് m എണ്ണം ഒരേ ലൈനിലാണെങ്കിൽ നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു തന്നെ n ഫാക്ടോറിയൽ ബൈ കൊളീനിയർ വന്നത് കുറയ്ക്കണം, പ്ലസ് കൊളീനിയർ ഒക്കെ പാടെ ഒരു ലൈൻ വരും. കണ്ടോ, ഇതാണ് ഫോർമുല. എന്താണ് ഫോർമുല? നമ്പർ ഓഫ് ലൈൻസ് ക്യാൻ ബി ഡ്രോൺ എപ്പോഴ് ഇഫ് given n points are given, m of them are collinear, then the number of lines can be drawn is n factorial minus m factorial plus 1. അപ്പൊ നമ്മൾ സർക്കിളിൽ പോയിന്റ് എടുത്താൽ കൊളീനിയർ ആവില്ല. നേരെ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കുക. സർക്കിൾ കൊളീനിയർ ആയിട്ട് 2 പോയിന്റേ വരുള്ളൂ, 3 വരില്ല. 3 കൊളീനിയർ എന്ന് പറയാൻ പാടും. അപ്പൊ നമുക്ക് ഒരു 10 പോയിന്റ് വരികയാണ്. അതിൽ 7 കൊളീനിയർ ആണെങ്കിൽ എത്ര ലൈൻ സെഗ്മെന്റ് വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഫാക്ടോറിയൽ മൈനസ് 7 ഫാക്ടോറിയൽ പ്ലസ് 1. ഈ പ്ലസ് 1 എന്തിനാ ആഡ് ചെയ്യുന്നത്? ആ കൊളീനിയർ ഒക്കെ പാടെ ഒരു ലൈൻ ഉണ്ടാവും, അതാണ് 1 ആഡ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടലിന് കൊളീനിയറിന്റെ കുറച്ചിട്ട് കൊളീനിയർ വന്ന ലൈന് 1 ആഡ് ചെയ്യണം, മറക്കരുത്. ഇനി ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ആഡ് ചെയ്യണ്ട, 10C3 മൈനസ് 7C3. ഇതാണ് ട്രയാങ്കിൾ. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആകുമ്പോൾ 1 ആഡ് ചെയ്യണം, ആ ലൈൻ ആകുമ്പോൾ 1 ആഡ് ചെയ്യണം കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഒരു പോളിഗൺ എത്ര ഡയഗണൽ ഉണ്ടാവും അത് ചോദിക്കുകയാണ്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ 5 പോയിന്റ് തന്നുണ്ട്. ഇതിന് എത്ര ഡയഗണൽ ഉണ്ട്? അപ്പൊ നിങ്ങൾ ഇതൊന്നും കൊളീനിയർ അല്ല. അപ്പോൾ 5C2 5 കുറച്ചാൽ മതി. ടോട്ടൽ ലൈൻസ് നോക്കി നോക്കിയേ. 1. എന്താ അംശം പറ? ആ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നേരെ n ഫാക്ടോറിയൽ മൈനസ് m ഫാക്ടോറിയൽ ചെയ്താൽ പോരെ? ട്രയാങ്കിൾസ് അല്ല മോനെ, അത് ട്രയാങ്കിൾ ആണെങ്കിൽ 3 പോയിന്റ് വേണം. ആ 3 പോയിന്റ് കാണിക്കാനാണ് NC3 മൈനസ് MC3 എന്ന് പറഞ്ഞത്. ഇപ്പം NC3 മൈനസ് MC3, ആ 3 എന്നുള്ളത് നമ്പർ ഓഫ് പോയിന്റ്സ് ടേക്കൺ ടു 3 അറ്റ് എ ടൈം, അത് കാണിക്കാനാണ്.
നമ്പർ ഓഫ് ലൈൻ സിഗ്മെന്റ് ആണെങ്കിൽ NC2 മൈനസ്, കാരണം 2 വരണ്ടേ, +1. മാറിപ്പോരുത്. മനസ്സിലായാ? ഓക്കെ സാർ. അപ്പൊ നമുക്ക് ക്വാഡ്രിലേറ്റർ ആണെങ്കിലോ NC4 മൈനസ് MC4 ആവും. പെന്റഗൺ ആണെങ്കിലോ NC5 മൈനസ് MC5. ഈ ഒന്ന് ആഡ് ചെയ്യാൻ കാരണം കൊളീനിയർ ഒക്കെ പാടെ ഒരു ലൈൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാന് ഇവിടെ 5 പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പം ചോദ്യം ഇതാണ്, ഗിവൺ 5 പോയിന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ ഓഫ് 5 സൈഡ്സ്, അതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഫോർമുല 5C2 - 5 എങ്ങനെ വരികയെന്ന് കാണിച്ചു തരാം. അപ്പൊ എത്ര ലൈൻ സിഗ്മെന്റ് വരയ്ക്കാൻ നോക്ക്. 1 2 3 4 5 6. മുന്നത്തെ സ്ലൈഡിലെ അത് n ഫാക്ടോറിയൽ മൈനസ് n ഫാക്ടോറിയൽ എഴുതിയേ എവിടെ? വേറെ ഏത് പറ്റിപ്പോയോ? അയ്യോ, NC2 മൈനസ് MC2 അതാണ് ഞാൻ എഴുതി മാറിയ കേട്ടോ, സോറി മോനെ, അത് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 10C2 മൈനസ് 7C2 + 1 കേട്ടോ, അതാണ് ചോദിച്ചല്ലേ. ഇവിടെയുണ്ട്, ഇവിടെയും മാറ്റാണ്ട്. NC2 മൈനസ് MC2 + 1, നല്ല കുട്ടിയാണ്. അത് നമ്പർ ഓഫ് ലൈൻ സിഗ്മെന്റ്. നമ്പർ ഓഫ് ലൈൻ സിഗ്മെന്റ് ആകുമ്പോൾ 2 വേണമെന്ന് കാണിക്കാനാണ് ഇത് കേട്ടോ, ആരും മറന്നു പോകരുത്. അത് എഴുതിയപ്പോൾ മാറിപ്പോയി, പറഞ്ഞ അവിടെയൊക്കെ എഴുതി ശരിയാ ഉണ്ടോ. NC2 മൈനസ് MC2 + 1 നമ്പർ ഓഫ് ലൈൻ സിഗ്മെന്റ്. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണെങ്കിൽ NC3 മൈനസ് MC3. ഇതാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ ഈ 2ന്റെ അർത്ഥം മനസ്സിലായോ? 2 അറ്റ് എ ടൈമിൽ വന്നാലേ ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ, അത് കാണിക്കാൻ വേണ്ടി. അപ്പൊ മറക്കണ്ട, നിങ്ങൾ ചോദിച്ചത് സന്തോഷം. ഇപ്പൊ എന്തുണ്ടെങ്കിൽ പറയണം, ഇവിടെ കാണാലോ നമുക്ക്. എന്താ അത്രേ ഉള്ളൂ. ഇനി അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, നമ്പർ ഓഫ് ലൈൻ സിഗ്മെന്റ് NC2 മൈനസ് MC2 + 1. ഇത് എപ്പോഴാണ്? കൊളീനിയർ. കൊളീനിയർ അല്ലെങ്കിൽ NC2 എന്ന് മാത്രം മതി. m കൊളീനിയർ ആണെങ്കിൽ NC2 മൈനസ് MC2 + 1. കൊളീനിയർ അല്ലെങ്കിൽ NC2. പിന്നെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണെങ്കിൽ കൊളീനിയർ അല്ല, മുഴുവൻ പോയിന്റ്സും കൊളീനിയർ അല്ലെങ്കിൽ NC3. m കൊളീനിയർ ആണെങ്കിൽ NC3 മൈനസ് MC3. അപ്പൊ അത് പോട്ടെ. ഇനി നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ ഓഫ് n സൈഡ്സ്. എന്താ ഫോർമുല എന്നറിയോ? NC2 മൈനസ് n. ഇതിനെ ചുരുക്കിയിട്ട് n × n - 3/2 എന്ന് എഴുതാം. ഇതാണ് ഒരു പോളിഗണ് n സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഡയഗണലിന്റെ എണ്ണം കാണാനുള്ള ഫോർമുല പഠിച്ചിരിക്കണം. n × n - 3/2. അപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ n-ന് നിങ്ങൾ 3 കൊടുക്കും. ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ n-ന് 4 കൊടുത്താൽ മതി. ക്വാഡ്രിലേറ്ററിന് 2 ഡയഗണലാണ് അല്ലേ. പെന്റഗൺ ആണെങ്കിൽ പെന്റഗൺ ഞാൻ വരച്ച് കാണിക്കുന്നത് ഉണ്ടാ, നോക്കിയേ എത്ര ഡയഗണലുണ്ട്? 1 2 3 1 2 3 4 5 ഡയഗണലുണ്ട് പെന്റഗൺ. ഈ ഫോർമുല കൊടുത്തു നോക്കിയേ, 5C2 - 5. 5 × 4 1 × 2 -5. അപ്പൊ 10 - 5 5 കിട്ടി. ഇതിൽ ഡയറക്റ്റ് കൊടുത്താലും കിട്ടും. 5 × 5 - 3/2. 2 വെട്ടിപ്പോയി, 5 കിട്ടും. അപ്പൊ ഒരു കുട്ടി ഓർത്ത് വെക്കുക, നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ ഓഫ് n സൈഡ്സ് n × n - 3/2. അങ്ങനെ കിട്ടിയത്. ടോട്ടൽ നമ്പർ ഓഫ് ലൈൻ സിഗ്മെന്റ് NC2. അതിന് സൈഡ്സിന്റെ എണ്ണം കുറയ്ക്കുകയാണ്. n സൈഡ്സ് പോണ്ടേ, സൈഡ്സ് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ, ഡയഗണൽ അല്ലേ ചോദിച്ചേ. അപ്പൊ ടോട്ടൽ സിഗ്മെന്റിന്ന് സൈഡിന്റെ എണ്ണം കുറയ്ക്കാൻ. അങ്ങനെയാണ് n × n - 3/2 വരുന്നത്. അപ്പൊ എന്താ ഡയഗണലിന്റെ ഫോർമുല? n × n - 3/2 വേർ n ഈസ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ. അത് ഓർത്ത് വെക്കണം കേട്ടാ. പ്രൂഫ് ഒന്നും പഠിക്കണ്ട. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കളെ? ഓരോന്നും കഴിയുമ്പോൾ ചോദിക്കുകയാണ്, എന്തുണ്ടെങ്കിൽ പറയാം. ഉണ്ടാ ഇല്ല. ഇതൊക്കെ ഓർത്ത് വെക്കണം. ഇനി ഞാൻ അടുത്തത് പറയാൻ പോണത്, ഓക്കെ, ഇഫ് n items are arranged in a row, n items arrange ചെയ്യണം, then the number of ways in which they can be rearranged, അത് rearrange ചെയ്യണം, so that no one of them occupies the plane assigned to it is. ആർക്കും
അവൻ്റെ കറക്റ്റ് പ്ലേസസ് കിട്ടാൻ പാടില്ല. എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാവുന്നു. അപ്പൊ നിങ്ങൾ 10 പേര് ആദ്യം ഒരു സീറ്റിൽ വന്നിരുന്നു. ഇനി നിങ്ങൾ 10 പേരും നിങ്ങളെ ആദ്യം ഇരുന്ന സീറ്റിൽ എല്ലാവരും ഷഫിൾ ചെയ്യണം, മാറണം. ഒരാളും ആ കറക്റ്റ് പ്ലേസിൽ വരരുത്. അപ്പൊ അതിന് മാത്സിൽ ഒരു ഫോർമുല ഉണ്ട്. അതൊന്നുകൂടി ഞാൻ പറയാം. ഇഫ് n items are arranged in a row, if n items are arranged in a row, then the number of ways in which they can be rearranged so that no one of them occupies the place assigned to it is. ആർക്കും അവനാൻ്റെ കറക്റ്റ് പ്ലേസ് കിട്ടരുത്. അപ്പൊ അതിന്റെ ഫോർമുലയാണ് n ഫാക്ടോറിയൽ ഇൻറ്റു 1/0 ഫാക്ടോറിയൽ മൈനസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ മൈനസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. എന്നിന്റെ ഓടാണോ ഈവൺ ആണോ എന്നറിയില്ല. -1/n ഫാക്ടോറിയൽ. ഉണ്ടോ? ഇതാണ് ഫോർമുല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ശ്രദ്ധിച്ചോളി. എഴുതുന്നവർക്ക് എഴുതാം 5 letters and 5 directed envelopes. 5 ലെറ്റർ ഉണ്ട്, 5 അഡ്രസ് എഴുതിയ എൻവലപ്പ് ഉണ്ട്. Then the number of ways in which all the letters are put in the wrong envelopes. All the letters are put in the wrong envelope ആയിരിക്കണം. ആർക്കും 6 ലെറ്ററും കറക്റ്റ് ആയിട്ട് കിട്ടരുത്. അപ്പൊ അതിന്റെ ഫോർമുല ഇതാണ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 1/0 ഫാക്ടോറിയൽ മൈനസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് ഇടവിട്ട് ചിഹ്നം മാറണേ. ഇതൊക്കെ ചിലപ്പം ഒന്നും കൂടെ ഇല്ല, അതുകൊണ്ടാ 5 ഫാക്ടോറിയൽ. ഓട് വരുമ്പോൾ നെഗറ്റീവ് വരും. ഇത് രണ്ടും ക്യാൻസലായി. അപ്പൊ 120 ഇൻറ്റു 1/2 1/6 1/24 1/120. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1. അപ്പൊ 60 നിന്ന് 20 പോയാൽ ഇത്രയായി 40, 45 ഒന്ന് പോയാൽ 44 ആൻസർ. ഒന്നുകൂടി ഞാൻ പറയാം. There are 5 envelopes and 5 directed envelopes, 5 letters. Find the number of ways in which all the letters are put in the wrong envelopes. എത്ര വഴികളുണ്ട്. ആർക്കും ആരതും കറക്റ്റ് ആയിട്ട് കിട്ടരുത്. അപ്പൊ അതിന്റെ ഫോർമുല n ആണെങ്കിൽ ഇതാണ്, 5 എണ്ണാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. സംശയം ഉണ്ടോ മക്കളെ? പറഞ്ഞേ. ഇനി ഇത് എഴുതി കാണിച്ചു തരണോ? ഇതാ ഞാനൊന്ന് കാണിച്ചു തരാം. ABC 3 എണ്ണം ഉണ്ട്. ഇതാണ് കറക്റ്റ് അസൈൻഡ് ആയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് ഇനി വരരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഏടെ സ്ഥാനത്ത് വരരുത്. കണ്ട BCA വരാം, പിന്നെ CAB വരാം. കണ്ട വേറെ ഏതും വരാൻ പറ്റുമോ? അപ്പൊ ഈ 2 എണ്ണമാണ് റോങ് ആയിട്ട് വന്നത്. ഇതാണ് കറക്റ്റ്, ഇത് റോങ് ആയിട്ട് വന്നത്. ഇത് ശരിയാണെന്ന് നോക്കിയേ. 3 ഫാക്ടോറിയൽ ഇൻറ്റു 1/0 ഫാക്ടോറിയൽ മൈനസ് 1/5 ഫാക്ടോറിയൽ 1/2 ഫാക്ടോറിയൽ മൈനസ് 1/3 ഫാക്ടോറിയൽ. ഇത് രണ്ടും പോയി, 1 ആണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 3 വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരും. ആൻസർ 2. അവ 2 വേസ് ഉണ്ട്. അതാണ് ഇപ്പൊ ഞാൻ എഴുതി കാണിച്ചാൽ വരും. നമുക്കിങ്ങനെ കുറെ എണ്ണം തരുമ്പോൾ എഴുതി കാണിക്കാൻ സമയം എടുക്കും. 44 എഴുതി കാണിക്കുന്ന സമയമല്ലേ. അപ്പൊ അതിനാണ് ഈ ഫോർമുല പഠിക്കണം എന്ന് പറഞ്ഞത്. അത് പ്രോബബിലിറ്റിയിലൊക്കെ ചിലപ്പം കയറി വരും. ഓക്കെ, ഇത് മനസ്സിലായോ? ഓക്കെ, എന്തുണ്ടെങ്കിൽ പറയാട്ടാ. നല്ലൊരു ചോദ്യമായിരുന്നത്. ഇനി ഇപ്പൊ നമ്മള് ഇതൊക്കെ അപ്ലിക്കേഷനാ. ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് n identical things can be distributed into r different groups. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് 10 ആപ്പിൾ ഉണ്ട്. ഞാനത് ഒരു 6 കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ചില ആൾക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല, ഒരാൾക്ക് 10ഉം ചിലപ്പോൾ ഒരാൾക്ക് കൊടുത്തുനിന്ന് വരും. അപ്പൊ എത്ര വേസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 10 ആപ്പിള് 6 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. എനിക്ക് തോന്നിയ മാതിരി കൊടുക്കുക. അപ്പൊ 9 ആൾക്ക് 10 എണ്ണുള്ളിൽ ഒരാൾക്ക് ഒന്നും കൊടുത്തില്ല, ബാക്കിയുള്ളവർക്ക് ഓരോന്ന് കൊടുത്ത് പിന്നെ അവസാനത്തെ ആൾക്ക് എന്ത് ചെയ്യുക, ബാക്കി മൊത്തം കൊടുക്കുക. പല രീതിയിലും കൊടുക്കുക. അപ്പൊ അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് ചോദ്യം. ഒന്നുകൂടി ഞാൻ പറയാം. ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് n identical things can be distributed into r different groups. അപ്പൊ അതിൽ 0,
ഉൾപ്പെടുത്തുക, ഒരാൾക്ക് ഒന്നും കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവാന്ന്. അതിൻ്റെ ഫോർമുല ഇതാണ് n+r-1 CR-1. ഇതിനെങ്ങനെയും പറയും, എന്താണ് വോൾ നമ്പർ സൊല്യൂഷൻ. നമ്പർ ഓഫ് വോൾ നമ്പർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും ഇതാണ്. കാണിച്ചത് എങ്ങനെയാണ്. പിന്നെ എന്താ വോൾ നമ്പർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x + y + z = 4. എക്സും വൈയും സെഡും കൂട്ടിയാൽ 4 ആവണം. എത്ര വോൾ നമ്പർ സൊല്യൂഷൻ ഉണ്ട്? ഇപ്പം ഇതിനെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 0 0 4 4 0 0 കണ്ടോ, 0 4 0. അപ്പം 3 സൊല്യൂഷനായി. ഇനി 1 1 2 2 1 1 2 1 1. ഇനി 3 1 0 3 0 1 0 3 1 0 1 3. പിന്നെ 1 0 3 1 3 0. ഇപ്പം എത്രയായി? 1 2 3 4 5 6 7 8 9 10 11 12 സൊല്യൂഷനായി. ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് നോക്കി. ഇതാണ് n എന്ന് പറയുന്ന സാധനം. x + y + z, ഇതാണ് r-ന്റെ വാല്യൂ 3. അപ്പം നമ്മളെ ഫോർമുല എന്താ? 4 + 3 - 1 c 3 - 1. എത്രയായി? 6 c2. ഇതേതെയും വിട്ടുപോയിന്ന് നോക്കണം. 2 2 0 0 2 2 പിന്നെ 0 2 2 ഉണ്ടോ? എത്രയായി? 3 കൂടി വരും. അപ്പം 15 സൊല്യൂഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. 6 സീറ്റ് ചെയ്ത് നോക്കിയേ. 6 × 5 1 × 2 ഉണ്ടോ? 15 സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ 0 കേസ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ വോൾ നമ്പർ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെ ശരിക്കും പറയാം? ഗിവൺ n identical things, given n identical thing in which that can be arranged or distributed into r different person. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോർമുല n+r-1 CR-1. ഇനി ഇത് ബ്ലാങ്ക് ഗ്രൂപ്പ് ഇല്ല, 0 വരുന്നില്ലെങ്കിൽ ഫോർമുല മാറി. 0 എടുക്കാൻ പാടില്ല. ഉണ്ടോ? n-1 CR-1. ഇതിനെ നമ്മൾ നാച്ചുറൽ നമ്പർ സൊല്യൂഷൻ എന്ന് പറയും. അതായത് 10 ആപ്പിൾ ഉണ്ട്, ഒരു കുട്ടിക്ക് ഒന്നെങ്കിലും കൊടുക്കണം, 0 കൊടുക്കാൻ പാടില്ല. എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് നോക്കിയാൽ ഒരു കുട്ടിക്ക് ഒന്നെങ്കിലും നമ്മൾ കൊടുക്കണം. അങ്ങനെ വരികയാണെങ്കിൽ എന്താ വരിക നോക്കിക്കോ. ഇപ്പം എൻ്റെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. 4 ആപ്പിൾ ഉണ്ട്. അത് ഞാൻ 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഒരാൾക്ക് ഒന്നെങ്കിലും കൊടുക്കണം. അപ്പം ഞാൻ എഴുതേണ്ടത് എന്താണ്? 4 - 1 C 3 - 1. അപ്പോൾ 3C2 3 × 2/1 × 2 അല്ലേ? അപ്പോൾ 6 എണ്ണം വരും. അപ്പം നിങ്ങൾ ഇതിന്ന് 0 ഗ്രൂപ്പിനെ ഒഴിവാക്കണം. 0 വരുന്നൊന്നും എടുക്കാൻ പാടില്ല. ഉണ്ടോ? ഓക്കെ, 3 കേസ് ഉണ്ടാവുള്ളൂ. അപ്പം ഇത് മാത്സിൽ എഴുതുക എങ്ങനെയാണെന്നറിയോ? x1 + x2 + etc. + xr = n. അപ്പം നാച്ചുറൽ നമ്പർ സൊല്യൂഷൻ ഈക്വൽ ടു n-1 CR-1. വോൾ നമ്പർ സൊല്യൂഷൻ n+r-1 CR-1. രണ്ടുകൂടി മാറിപ്പോരുത്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. എന്ത്? given n identical things that can be distributed into r different person, total number of solution including 0 group also. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോർമുല n+r-1 CR-1. വോൾ നമ്പറിൽ 0 വരും. പിന്നെയോ നോ ബ്ലാങ്ക് ഗ്രൂപ്പ്, 0 വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഫോർമുല n-1 CR-1. അപ്പോൾ അത് എഴുതി വെക്കണം. ഇനിക്കേഷനായിട്ടും തരാം. x1 + x2 + xr = n. നാച്ചുറൽ നമ്പർ സൊല്യൂഷൻ ഈസ് n-1 CR-1. വോൾ നമ്പർ സൊല്യൂഷൻ ഈസ് n+r-1 CR-1. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. സംശയം ഉണ്ടോ? അപ്പോൾ ഫോർമുലയാണ്, ഡയറക്റ്റ് പഠിക്കാം. ഹലോ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ല. അപ്പോൾ ഇത് ഫോർമുലയാണ്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോർമുലയായിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്കിത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ആ റാങ്ക് പറഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യണം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഞാൻ അഥവാ IITക്ക് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണേ ചോദിച്ചു. ഐസറിനായിട്ടും വന്നാലും എനിക്കൊരു പേടി. അപ്പം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കുക, ഞാൻ എന്താ എഴുതാൻ പോകണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാ ഞാനൊരു റിപ്പീറ്റിംഗ് കേസ് കാണിക്കാം. ഓക്കെ, HINDI. അപ്പോൾ ഇത് വയ്ക്കാണ്, ഹൗ മെനി വേർഡ്സ് ആർ ഫോംഡ് using all the alphabet, the word Hindi, Hindi. What is the rank of the word Hindi? അപ്പോൾ രണ്ട് ഐ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഇവിടെ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യാണ്, രണ്ടെണ്ണം മാത്രമേ ഞാൻ എഴുതിയിട്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഹിന്ദി കൊണ്ട് എത്ര വേർഡ് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം വന്ന ഇംഗ്ലീഷ് അക്ഷരം D ആണ്, അവിടെ ഒന്നുമില്ല. പിന്നെ H ആണ്, 2 പിന്നെ I ആണ്, 3. 2 Iക്ക് 3 ഇടണം. ഒരേ ലെറ്റർ വരുമ്പോൾ റാങ്ക് മാറാൻ പാടില്ലല്ലോ. വളരെ ശ്രദ്ധിക്കുക, 2 I വന്നതുകൊണ്ട് 2 ആൾക്ക് ഒരേ നമ്പർ 3, 3. അപ്പം N-ന് 4. അത് എഴുതി മനസ്സിലായോ? ആദ്യം വന്നത് D, 1 H-ന് 2, I 2 വന്നതുകൊണ്ട് മൂന്നാമത്തെ 2 പേർക്ക് കൊടുക്കണം. അപ്പോൾ ഇതിൽ ടോട്ടൽ 5 ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ. ഇനി എല്ലാവരും പ്ലസ് ഇട്ട് വെക്കുക. 5 വരുമ്പോൾ 4 ഫാക്ടോറിയൽ എഴുതണം. ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് H-നെ കട്ട് ചെയ്യാൻ പോവാണ്. H-ന്റെ പവറിൽ 2. അപ്പോൾ 2-നേക്കാളും മുകളിൽ ഒരാളാണ് വന്നത്. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു എന്ന് എഴുതണം. പക്ഷേ 2 എലിമെൻ്റ് അവിടെ റിപ്പീറ്റഡ് വന്നത് കൊണ്ട് ശ്രദ്ധിക്കണം മക്കളെ, 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. 2 I വരുമ്പോൾ റിപ്പീറ്റഡ് ആയതുകൊണ്ട് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. ഈ 1 വരാൻ കാരണം എന്താ, 2-നേക്കാളും ഒരു നല്ല ആളേ ഉള്ളൂ 1 മുന്നിൽ വന്നത്. ഈ 2 വന്നത് എന്തുകൊണ്ടാണ്, 2 റിപ്പീറ്റഡ്, മറക്കരുത്. അത് കഴിഞ്ഞു. ഇനി ഇവിടെ 3 ആണ്, 1-ന്റെ മുകളിൽ 3 ആണ്. 3-നേക്കാൾ ഒരു ബെറ്റർ റാങ്കാരുണ്ട്, അപ്പോൾ 1. പക്ഷെ 2 3 വന്നതുകൊണ്ട് ഇത് വെട്ടിയില്ലല്ലോ. വെട്ടുന്നതിന് മുമ്പ് 2 3 വന്നതുകൊണ്ട് അവിടെയും നിങ്ങൾ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യണം. ഇനി ഇത് വെട്ടിക്കഴിഞ്ഞ് ഇനി ആ 3-നെ കുറിച്ച് ചിന്തിക്കരുത്. ഇനി 4-നേക്കാളും 2 ബെറ്റർ റാങ്ക് ഉണ്ട്, അപ്പം 2 അതും പോയി. 1-നേക്കാളും ബെറ്റർ റാങ്ക് ഇല്ല, 0. പിന്നെ അത് എപ്പോഴും വേണം. അപ്പോൾ 4 ഫാക്ടറി 24/2 12. 3 ഫാക്ടറി ബൈ 2 6/2 3. 2 × 2 4. ഇത് 0 1 ഉണ്ടോ. 12 3 15, അപ്പം 20 കിട്ടും. അപ്പം ഹിന്ദി എന്ന വേർഡ് നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ 20ാമത്തെ വേർഡാവും ഹിന്ദി. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നുകൂടി ഞാൻ കാണിക്കുക. ഇത് വന്നിട്ടില്ല എടാ, ഹിന്ദി. ആദ്യം നമ്മൾ വേണ്ടത് D ആണ് ആദ്യം വന്നത്, H രണ്ടാമത് വന്ന്, I ആണ് മൂന്നാമത്തത്. 2 I വന്നുകൊണ്ട് 2 ആൾക്ക് 3 ഇടണം, N-ന് 4. ഇനി എന്ത് ചെയ്യണം, 0 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ. 5 ആയ നോക്കുക, 5 ലെറ്റർ ആണ്, 5. ഇനി അതിൻ്റെ ഇടയ്ക്ക് പ്ലസ് സൈനൊക്കെ ഇട്ട് വെക്കുക, കുട്ടികളെ ശ്രദ്ധിക്കുക. ഇനി ആദ്യം നമ്മൾ H-ന്റെ മുകളിൽ 2 ആണ്, 2-നേക്കാൾ ഒരു ബെറ്റർ റാങ്കാണ് വന്നത്, അപ്പോൾ ഇവിടെ ഒന്നുമില്ല. പക്ഷേ 3 എന്നത് 2 റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിപ്പീറ്റഡ് ഫാക്ടോറിയൽ കണ്ടോ, ഡിവൈഡ് ചെയ്യണം. ഇനി 3-നേക്കാളും ഒരു ബെറ്റർ റാങ്കാണ് ഉള്ളത്, അവിടെയും നിങ്ങൾ 1 × 3 എഴുതണം. പക്ഷേ 2 3 വന്നത് തുടങ്ങുമ്പോൾ 2 3 ആയി കണ്ടോ, 2 3 വന്നുകൊണ്ട് 2 ഡിവൈഡ് ചെയ്യണം. അപ്പം അതും പോയി. ഇനി അത് പോയല്ലോ, ഇനി ഞാൻ ചിന്തിക്കേണ്ട, വലതുവശത്തേക്ക് നോക്കാവോ, 4-നേക്കാൾ 2 ബെറ്റർ റാങ്ക്, അത് പോയി. 1-നേക്കാളും ബെറ്റർ റാങ്ക് ഇല്ല, അത് പോയി, 0. ഇത് 3. അത് ഞാനിവിടെ ചെയ്തത്. ഇത് വന്നിട്ടില്ല, വരുന്നെനിക്ക് പ്രതീക്ഷയില്ല, എങ്കിലും പറഞ്ഞെന്നുള്ളൂ കേട്ടാ. ഇതുവരെ വന്നില്ല. IITക്ക് ചോദിച്ചിട്ടുണ്ട് അഡ്വാൻസിന്, ജെയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാത്ത ചോദിച്ച്. ജെയ് മെയിൻസിനൊക്കെ സച്ചിൻ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നത്, നിങ്ങൾക്കും അതുപോലത്തെ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ തിയറി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ തിയറിയിൽ കുട്ടികളെ ചോദിക്കേ? ചോദിച്ചോ മോളെ. ശരി, ഇപ്പൊ ഒബ്ജക്ട്സ് ഉണ്ട്, P of them are same kind, Q of them are same kind വരാണെങ്കിൽ
ആദ്യം നമ്മൾ ഇൻ ഫാക്ടോറിയൽ ബൈ പി ഫാക്ടോറിയൽ ക്യൂ ഫാക്ടോറിയൽ അത് എൻ ഫാക്ടോറിയൽ അല്ല. ബാക്കിയൊക്കെ ഡിഫറെന്റ്. എന്നിട്ട് എപ്പോ പി തീരുന്നോ പിന്നെ പി ഇല്ല, ക്യൂ ഫാക്ടോറിയൽ മാത്രമായിട്ട് പോകും അല്ലേ? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. മിസിസിപ്പി നോക്കിയേ, മിസിസിപ്പി MISSI മിസ്സി SSI PPI എന്ന് വിചാരിക്കും. മിസിസിപ്പി. അപ്പൊ ഇതില് M ഒന്നേ ഉള്ളൂ മോളെ. I 1 2 3 4 ഉണ്ട്. I 4 എണ്ണം. S 1 2 3 4 ഉണ്ട്. ഉണ്ടോ? P 2 ഉണ്ട്. അപ്പൊ മിസിസിപ്പിയില് മൊത്തം 11 ലെറ്റർ ഉള്ളത്. അപ്പൊ മിസിസിപ്പി കൊണ്ട് ടേക്കൺ ആൾ അറ്റ് എ ടൈം ഹൗ മെനി ബേർഡ്സ് ആർ ഫോംഡ് എന്ന് വെച്ചാൽ 11 ഫാക്ടോറിയൽ. M 1 വരുന്നുണ്ട്, 1 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വിലക്ക് വ്യത്യാസമില്ല. 1 ഫാക്ടർ 1. ഞാൻ അതല്ല ചോദിച്ചത്. പറയും. ഇനി ഇത് എങ്ങനെയാ? ഞാൻ ചോദിച്ചത് N ഐറ്റം തന്നിട്ട് P ഓഫ് ദം ആർ സെയിം കൈൻഡ്. അപ്പൊ P ഡിവൈഡ് ചെയ്യണം. Q ഓഫ് ദം ആർ അനദർ കൈൻഡ്, അതും ഡിവൈഡ് ചെയ്യണം. ഇനി R ഓഫ് ദം ആർ സെയിം കൈൻഡ്, ബാക്കിയൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഇതാണ് ഫോർമുല. അതിന് എക്സാമ്പിൾ ആണിത്. ഞാൻ ചോദിച്ചത് മറ്റേ റാങ്കിന്റെ കേസിലാണെങ്കിൽ ഇതുപോലെ റിപ്പീറ്റേഷൻ വരികയാണെങ്കിൽ വേറെ എലിമെന്റ് ഉണ്ടെങ്കിൽ അല്ലേ, അതും അപ്പൊ നമ്മൾ ആദ്യം പി ഫാക്ടോറിയൽ ക്യൂ ഫാക്ടോറിയൽ ആർ ഫാക്ടോറിയൽ വന്നിട്ട് പി ഫാക്ടോറിയൽ എപ്പോ തീരുന്നോ അപ്പൊ തൊട്ട് പിന്നെ ക്യൂ ഫാക്ടോറിയൽ ആർ ഫാക്ടോറിയൽ. ഓക്കെ, ചോദിക്കല്ലേ ഞാൻ കേട്ടോ. വന്നില്ല, വന്നാലോ എന്ന് പേടിയോണ്ട് പറഞ്ഞ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ശരിയാ. അപ്പൊ ഇനി നമ്മള് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് കുറച്ച് ചിന്തിക്കണം. ഈ ചാപ്റ്ററിന്റെ കുഴപ്പം എന്താ പറയുക, ലേശം നമ്മളൊന്ന് ആലോചിക്കണം ഓരോ കേസ് പറയും. ഞാൻ എന്തെങ്കിലും തിയറി പറയണം. ആർക്കും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? സ്പീഡ് പോകണ്ട, നമ്മൾ മെല്ലെ പോയത്. അന്ന് എടുത്തതിനേക്കാളും കുറച്ചൊക്കെ മെല്ലെ എന്ന് പറഞ്ഞു. ഓരോന്നും ചോദിക്കേണ്ടി ഞാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും മക്കളെ. ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ പോവാ ക്വസ്റ്റ്യൻ. ഇല്ല. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ, number of integers greater than 7,000 can be formed using the digits 2, 4, 5, 7, 8 is a condition പറഞ്ഞിട്ട് a repetition of digits is not allowed. repetition of digit പാടില്ല എന്നാ പറഞ്ഞത്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെ ക്വസ്റ്റ്യൻ ശരിയാണ്. നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 7,000. അപ്പൊ നമുക്കിവിടെ 2, 4, 5, 7, 8 എന്ന് പറയുമ്പോൾ 5 ഡിജിറ്റ് ആണ് തന്നത്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് കേസസ് വരും. എന്താ കാരണം? 7,000ന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ 4 അക്ക സംഖ്യയും ഉണ്ടാവും, 5 അക്ക സംഖ്യയും ഉണ്ടാവും. 5 അക്കം വരെ പോവുള്ളൂ, കാരണം 5 ഡിജിറ്റ് അല്ലേ തന്നത്. അപ്പൊ കേസ് 1 ഇവിടെയാണ് അഡീഷൻ പ്രിൻസിപ്പിൾ. കേസ് 1 എന്താണ്? 4 ഡിജിറ്റ് നമ്പർ, 4 ഡിജിറ്റ് നമ്പേഴ്സ്. 4 ഡിജിറ്റ് നമ്പേഴ്സിന് എഴുതല്ലേ, നോന്നൊക്കെ എഴുതണ്ട. ആ 4 ഡിജിറ്റ് നമ്പറിന്റെ എത്ര കേസ് ഉണ്ടെന്ന് കാണിച്ചു തരാം. നല്ലോണം ശ്രദ്ധിക്കുക. അപ്പൊ ഇതില് 2, 4, 5, 7, 8 ഇതിനെയാണ് നമ്മൾ 10,000 പ്ലേസസ് എന്ന് പറയും. 10,000 ഇത് 1000 പ്ലേസസ്, ഇത് 100 പ്ലേസസ്, ഇത് 10th പ്ലേസ്, ഇത് 1 പ്ലേസ്. 10,000 വരുമ്പോൾ 5 ഡിജിറ്റ് ആണല്ലോ. അപ്പൊ 1000 പ്ലേസിൽ നിങ്ങൾക്ക് 2 കൊടുക്കാൻ പറ്റൂല, അപ്പൊ 2000 ആവും. 4000 പറ്റൂല, 5000 പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പോസിബിൾ ആവുന്ന കേസ് 7ഉം 8 പറ്റുള്ളൂ അല്ലെ? 7 or 8. അപ്പൊ ഇവിടെ 7ഓ 8ഓ കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഐദർ 7 or 8. അപ്പൊ ഇവിടെ 2 ചാൻസ് ആയി. ആ 2 വന്നത് മനസ്സിലായോ? ഫസ്റ്റ് പ്ലേസിൽ 7,000 അല്ലെങ്കിൽ 8,000 എന്ന് പറയാൻ പാടുള്ളൂ. ഇനി ഇവിടെ ഉപയോഗിച്ച നമ്പർ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ 5 എണ്ണത്തിൽ 1 ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി 4 എണ്ണം, പിന്നെ 3 എണ്ണം. അതാണ് എന്ത് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. പിന്നെ 2. അപ്പൊ എന്താ ആദ്യം 2 വരാൻ കാരണം? 7ഓ 8ഓ ഏതെങ്കിലും ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ 7 ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത പ്ലേസിൽ 8, 2, 4, 5 ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ 4 ചാൻസ് ആണ്. പിന്നെ 2 എണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം, പിന്നെ 2 എണ്ണം. അപ്പൊ ഇതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് 2 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 6, 4, 24, 48 കേസസ് ആയി ഉണ്ടോ? അതാണ് 4 അക്ക സംഖ്യ വരുന്നത്.
ഇനി ഒരു കുട്ടിക്ക് കേസ് 2 5 ഡിജിറ്റ് നമ്പർ, 5 ഡിജിറ്റ് നമ്പർ എന്നാണ് ഞാൻ എഴുതിയത്. 5 ഡിജിറ്റ് നമ്പർ, ആ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഉണ്ടോ? 5 ഡിജിറ്റ് ഉണ്ടോ? അപ്പൊ ഇത് 10,000 പ്ലേസ് ആണ്. ഇത് 1000 പ്ലേസ്, ഇത് 100 പ്ലേസ്, ഇത് 10 പ്ലേസ്, ഇത് യൂണിറ്റ് പ്ലേസ്. അപ്പൊ ഇവിടെ എത്ര ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉപയോഗിക്കാം, 4 ഉപയോഗിക്കാം, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 5 ചാൻസ്. കാരണം 10,000 മുകളിലായാലും 5 അക്ക സംഖ്യ അല്ലേ. പിന്നെ ഇവിടെ ഉപയോഗിച്ച് തൊട്ടടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഡിജിറ്റ് ഈസ് നോട്ട് അലൗഡ്. അപ്പൊ ഓരോന്ന് വീതം അങ്ങനെ കുറച്ച് പോയാൽ മതി. 4, 3, 2, 1. ഇത് എത്രയാണെന്നറിയോ? 5 ഫാക്ടോറിയൽ. അപ്പൊ 120 വരും. ഇനി വേറെ കേസ് ഇല്ല. എന്താ കാരണം? 5 അക്ക സംഖ്യയും 4 അക്ക സംഖ്യ ഉള്ളൂ. ഇത് ആഡ് ചെയ്യും മക്കളെ. 168 അതിലുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടോ? അതാ കിടക്കണം. എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾ ആയിരുന്നു. ആദ്യത്തെ കേസ് 7,000 8,000 പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മള് 2ലേക്ക് പോവാണ്. നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ നമ്മളെ ബുദ്ധിയും കൂടി ആവശ്യം അതിനെ. വെറുതെ വായിച്ചാൽ പോരാ, നമ്മൾ കുറച്ചൊന്ന് ആലോചിക്കണം. There are 3 different mathematics books and 4 different physics books in a shelf. Then the number of ways these books can be arranged so that the mathematics books are together. അപ്പോൾ ഷെൽഫിൽ ഇത് അറേഞ്ച് ചെയ്യാണ്. ആ മാത്തമാറ്റിക്സ് ബുക്സ് ടുഗദർ ഒരുമിച്ച് വരണം. അപ്പം ഇങ്ങനെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ആ ഒരുമിച്ച് വരുന്നത് ഒറ്റ കെട്ടാക്കി വെക്കേണ്ടി വരും. അപ്പം 3 എണ്ണം അല്ലേ, 3 ഡിഫറെൻറ്റ് മാത്തമാറ്റിക്സ് ബുക്സ്. അപ്പം മാത്തമാറ്റിക്സിന് എത്ര ചാൻസ് ഉണ്ട്? മാത്സ് 3 ഫാക്ടോറിയൽ, 3p3 എന്നാ പറയാം. 3 ഫാക്ടോറിയൽ, 6 കേസസ് ആയി. 6 കേസ്. അപ്പം മാത്സിന്റെ ഒരു കെട്ടാണ്. അത് ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. 3 ബുക്ക് ABC, BCA, CAB എന്ന് പറഞ്ഞങ്ങനെ 6 കേസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു പെർമിറ്റേഷൻ ആണ്. ഇനി മാത്സിന്റെ ഒരു കെട്ടാണ്. ആ കെട്ടിന് നിങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്യണം 6 ഫാക്ടോറിയൽ. ആ മാത്സിന്റെ കെട്ടാണിത്. കണ്ടോ? അത് ഒരുമിച്ച് വരുന്നതാണ്. ആ കെട്ട് അതിൽ 3 എണ്ണം ഉണ്ട്, കിടന്നുണ്ട്. അതൊരു കെട്ടാക്കി. ബാക്കി ഫിസിക്സ് ബുക്കുകൾ നോക്ക്. ഫിസിക്സ് 1, ഫിസിക്സ് 2, ഫിസിക്സ് 3, ഫിസിക്സ് 4 കണ്ടോ? അതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇനി ഇത് എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാന്ന് ചോദിച്ചത്. അപ്പൊ മാത്സിന് ഒറ്റ കെട്ടാക്കി. 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ ഇത് 5p5 വരും. 5 ഫാക്ടോറിയൽ 120 വരും. ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ പറയണത് എന്താ? ഇത് ടുഗദർ ഒരുമിച്ച് വരണ്ടേ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ടോട്ടൽ നമ്പർ ഓഫ് ACs ഈക്വൽ ടു ദെയർ ഓൺ പ്രോഡക്റ്റ് 6 × 120. എത്ര വരും? 720 അതിലുണ്ടെങ്കിൽ കറക്റ്റാ. അപ്പൊ ഈ കേസിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? മാത്തമാറ്റിക്സ് ഒരു ബണ്ടിലായിട്ട് വെക്കണം. പക്ഷെ അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. 3 ഡിഫറെന്റ് മാത്തമാറ്റിക് ബുക്സ് ABC. അത് ചിലവർ A വെച്ച് B വെച്ച് C വെക്കാം, ചിലവർക്ക് ACB വെക്കാം, ചിലവർക്ക് BCA വെക്കാം, ചിലവർക്ക് BAC വെക്കാം, ചിലവർക്ക് CAB വെക്കാം, ചിലവർക്ക് CBA വെക്കാം. 6 ചാൻസ് വരും. നിങ്ങൾ വെക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഓർഡർ മാറും. ഡിഫറെൻറ്റ് ബുക്കാണ്. അപ്പം 6 എണ്ണം അറേഞ്ച്മെൻ്റ് ആയിട്ട് അവിടെ വരും. അത് മറക്കരുത്. ഇനി അതിനൊരു ഗ്രൂപ്പാക്കി എടുക്കുക. അത് ഒറ്റ കെട്ടാക്കി വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ്. പിന്നെ P1, P2, P3, 4 എന്നുള്ള 4 ബുക്ക് വേറെ. ഇനി ഇത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്യാലോ. ഇത് ഒറ്റ കെട്ടായിട്ട് പോകണമെന്നേ ഉള്ളൂ. അപ്പം ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് ഇടുമ്പോൾ 5 എണ്ണ വരുന്നത്. അപ്പോൾ 5p5, 5 ഫാക്ടോറിയൽ 120 ആണ്. ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വേണം. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 720 ഈസ് ദി ആൻസർ. കുഴപ്പമുണ്ടോ മക്കളെ? പറഞ്ഞത് ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ സമയം തരുന്നുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും അത് ചെയ്യാൻ പോകണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദി വാല്യൂ ഓഫ് ദി സം 15 C6, 14 C6, 13 C6, 12 C6, 11 C6, 10 C6. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഏറ്റവും ചെറുത് ആദ്യം ഇതാണ്. 10 C6, 11 C6, 12 C6, 13 C6, 14 C6, 15 C6. ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനെ ഒരു ഫോർമുല എനിക്ക് പറഞ്ഞു തന്നു. NCR+1 NCR. എന്താ ഫോർമുല? N+1 CR+1 ഉണ്ടോ? അപ്പൊ നമുക്കിത് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം.
അപ്പം ഞാൻ 10C6 എല്ലാവരും 6 ഉള്ളത്, ഞാനൊരു 10C7 ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു 10C7 ആഡ് ചെയ്യുന്നു. കണ്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങളെ കഴിവാന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കഴിവല്ല, മനസ്സിലാക്കിയത് നിങ്ങളെ കഴിവാണ്. ആ ഫോർമുല കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക. ഞാനൊരു 10C7 ആഡ് ചെയ്തു, ഞാനൊരു 10C7 അവസാനം സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ ആഡ് ചെയ്തതിന് അവിടെ കുറച്ചിട്ടുണ്ട് മക്കളെ. അപ്പം ഇത് രണ്ടും കൂടി ഈ ഫോർമുല നിങ്ങൾ ഉപയോഗിക്കണം. അപ്പം ഇത് രണ്ടും കൂടി കണക്ട് ചെയ്താൽ എന്താവും? വാട്ട് ഈസ് 10C6 പ്ലസ് 10C7? ഈ ഫോർമുല പ്രകാരം ഹെഡ് സെയിം ആണ്, ടെയിലിൻ്റെ വ്യത്യാസം 1 അപ്പം ഹെഡിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് വലിയ വാൽ എഴുതുക. കണ്ടോ, അപ്പം 11C7 ആയി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതിനേക്കാളും 1 കൂടി വരും. ഉണ്ടോ, ഇതിൽ 1 കൂടി വരും. ഇനി ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാൻ പോവാണ്, 11C6. കണ്ടോ, ആ ഫോർമുല വീണ്ടും ഉപയോഗിക്കുക. അപ്പം ഇത് ഇവിടെ എടുത്ത് ആഡ് ചെയ്യണേ. 11ഉം സെയിം ആണ്, 7ഉം 6ഉം. അപ്പോൾ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്താവും? 12C7 ആവും. ഹെഡിൻ്റെ കൂടെ 1 കൂട്ടി വലിയ വാല എഴുതി. ഇനി ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാൻ പോവാണ്. ഏത്? 12C6. അപ്പം എന്തായി? ഹെഡ് സെയിം ആണ്, വാലിൻ്റെ വ്യത്യാസം 1 എന്തായി? 13C7 ആയി. ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എന്താവും? ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, 13C6 ആഡ് ചെയ്ത് എന്താ? ഇത് 14C7 ആയി. ഉണ്ടോ, ഇനി 14C7 ആഡ് ചെയ്യുമ്പോൾ എന്താവും? 14C7 പ്ലസ് 14C6 എന്തായി? 15C7 ആയി. ഈ 15C7 ഇതിനായിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താവും? 15C7 പ്ലസ് 15C6 എന്തായി? 16C7. പിന്നെ അതായത് അവിടെ കിടക്കും. അപ്പൊ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടാവും. നോക്കി. ഇതാണ് അതിന്റെ ട്രിക്ക്. അപ്പൊ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നിങ്ങൾക്ക് 10C7 തോന്നിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. അപ്പൊ ആഡിങ് ആൻഡ് സബ്ട്രാക്ടിങ് 10C7 ആൻഡ് യൂസിങ് ദി ഫോർമുല NCR+1 പ്ലസ് NCR ഈക്വൽ ടു N+1 CR+1. മനസ്സിലായോ? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതാ അടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല അത് NPR 480 NCR 20. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കണം. ഇതാ ഞാനൊരു ഫോർമുലേറ്റ് തരാമാണെങ്കിൽ NPR ബൈ NCR എന്ന് പറഞ്ഞാൽ R ഫാക്ടോറിയലാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് കാണിച്ചു തരാം. NPR ബൈ NCR ഈക്വൽ ടു, NPR എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? N ഫാക്ടോറിയൽ ബൈ ഉണ്ടോ N മൈനസ് R ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ NCR എന്ന് പറഞ്ഞാലോ N ഫാക്ടോറിയൽ ബൈ, നിങ്ങൾ പഠിച്ചതാണ്, R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. അപ്പം അതിൻ്റെ വാല്യൂ ആണ് എന്താന്ന് പറയാൻ പോണത്. കണ്ടോ, നിങ്ങളിത് മുകളിലേക്ക് എഴുതും, തല മറിച്ചിട്ട് ഗുണിക്കാന്നല്ലേ പഠിച്ചത്. അപ്പം ഈ N ഫാക്ടോറിയലിൻ്റെ കൂടെ R ഫാക്ടറും N മൈനസ് ആറും മുകളിലേക്ക് പോകും. താഴെ ഇത് രണ്ടും ടുഗദർ വരും. ദാറ്റ് ഈസ് N മൈനസ് R ഫാക്ടോറിയൽ ഇൻറ്റു N ഫാക്ടോറിയൽ. അപ്പം ഈ N ഫാക്ടോറിയൽ കട്ടാവും, N മൈനസ് R ഫാക്ടോറിയൽ കട്ടാവും, റിമൈനിങ് R ഫാക്ടോറിയൽ. അപ്പം ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് വരിക? 480/20. 48 2 24. ഉണ്ടോ, R ഫാക്ടോറിയൽ 4 ഫാക്ടോറിയലാണ് 24 എന്ന് പറഞ്ഞാൽ. അപ്പം ആറിൻ്റെ വില എത്രയാണെന്നറിയോ? 4. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഓർത്ത് വെക്കുക, NPR ബൈ NCR എന്താ ഫോർമുല? R ഫാക്ടോറിയൽ. അതിൻ്റെ പ്രൂഫാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം 480നെ 20 കൊണ്ട് കട്ട് ചെയ്താൽ 24 കിട്ടും. 24 4 ഫാക്ടോറിയലാണ്. അപ്പം ആറിൻ്റെ വാല്യൂ 4 എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. നല്ല പോയാൽ മതി. നമുക്ക് ഓടിപ്പോയിട്ട് നമ്മളും പരിചയപ്പെടുന്നല്ലേ ഉള്ളൂ, 2ാം ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അതാ, ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 1000 ഹാവിങ് ഓൺലി ഓഡ് ഡിജിറ്റ്. അപ്പം ഈ ഓഡ് ഡിജിറ്റ് എന്ന മക്കൾ ഏതാണെന്നറിയോ? 1, 3, 5, 7, 9. അപ്പോൾ ഓഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1, 3, 5, 7, 9. ചോദ്യം ഇതാണ്, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ. എത്ര പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട്? 1000 താഴെ. ഹാവിങ് ഓൺലി ഓഡ് ഡിജിറ്റ്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന നമ്പർ
ഓഡ് ഡിജിറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. 2, 0, 4, 6, 8 ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എഴുതാൻ പോവാ. അപ്പൊ ആദ്യം ഞാൻ ചെയ്യേണ്ടത് എന്താ? കേസ് 1 ഡിജിറ്റ് നമ്പേഴ്സ് 1 ഡിജിറ്റ് നമ്പർ. നമ്മള് ഒറ്റ നമ്പർ, ഒരു ഡിജിറ്റ്, യൂണിപ്ലേസ് ഡിജിറ്റ് മാത്രം. ഇവിടെ എത്ര ചാൻസ് ഉപയോഗിക്കുക? 5. ഏതൊക്കെ? 1 വരെ, 3 വരെ, 5 വരെ, 7 വരെ, 9 വരെ. അപ്പൊ 9 വേസായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ആയി. ഇനി കേസ് 2 എന്താണ്? 2 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ്. അപ്പൊ 2 പ്ലേസ് ഉണ്ടാവും, ടെൻസ് പ്ലേസും യൂണിറ്റ് പ്ലേസും. അപ്പൊ ഇവിടെ ടെൻസ് പ്ലേസിൽ ഇവിടെ റിപ്പീറ്റേഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പൊ റിപ്പീറ്റ് ചെയ്യാന്നർത്ഥം. 5 അക്കങ്ങൾ ഉപയോഗിക്കുക. ഏതൊക്കെ? 1 ഉപയോഗിക്കുക, 3 ഉപയോഗിക്കുക, 5 ഉപയോഗിക്കുക, 7 ഉപയോഗിക്കുക, 9 ഉപയോഗിക്കുക. ഇവിടെയും 5 എണ്ണം ഉപയോഗിക്കുക. 1 ഉപയോഗിക്കുക, 3 ഉപയോഗിക്കുക, 33, 55, 77, 99 അല്ലെ? അപ്പൊ 5 25 ബേസായി. അത് പോയി. ഇനി നമുക്ക് വേണ്ട കേസ് 3 ഏതാ? 3 ഡിജിറ്റ് നമ്പർ. 1000 താഴെ 3 ഡിജിറ്റ് വരാം. അപ്പൊ ശ്രദ്ധിക്കുക, 3 ഡിജിറ്റ്, 100 പ്ലേസ്, 10 പ്ലേസ്, യൂണിറ്റ് പ്ലേസ്. അപ്പൊ ഈ 100 പ്ലേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 5 ലെറ്റർ ഉപയോഗിക്കുക. ഏതൊക്കെ 5 എണ്ണം? 1, 2, 1, 3, 5, 7, 9. ഇവിടെ 5 കേസ് വരും. 1, 3, 5, 7, 9. ഇവിടെ 5 കേസ് വരും. 1, 3, 5, 7, 9. അപ്പൊ 5 × 5 × 5 എത്രയാ? 125. കഴിഞ്ഞു. ഇനി നമുക്ക് എഴുതാൻ പറ്റൂല. നമുക്ക് 3 അക്ക സംഖ്യ വരെ പറ്റുള്ളൂ. 1000 താഴെ. മക്കൾ ഇതൊക്കെ പാടെ ആഡ് ചെയ്യാം. അപ്പൊ 125ഉം ഇവിടെ 5 കേസ് ഞാൻ 9 ചോദിച്ചല്ലേ? 5 കേസ്, 1, 3, 5 കേസ്. അപ്പൊ 105ഉം 25ഉം 150ഉം 5ഉം എത്ര മക്കളെ? 155 വേസ് ഉണ്ടെങ്കിൽ കറക്റ്റാ. കണ്ടോ? അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ലെസ് ദാൻ 1000 ഹാവിംഗ് ഓൺലി ഓഡ് ഡിജിറ്റ് ഈസ്. അപ്പം എത്ര നമ്പറുകൾ ഉണ്ടാവും 1000 താഴെ? അത് ഹാവിങ് ഓൺലി ഓഡ് ഡിജിറ്റ് നമ്പർ, ഓഡ് ഡിജിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഒരക്ക സംഖ്യ കണ്ടുപിടിക്കണം. ഒരക്ക സംഖ്യ 1, 3, 5, 7, 9. 5 എണ്ണം. അപ്പൊ ഈ 9 അറിയാതെ 5 5 1, 3, 5, 7, 9. 5 ആൻസർ. ഇനി 2 അക്ക സംഖ്യ 10ാം പ്ലേസും യൂണിറ്റ് പ്ലേസും. അപ്പൊ ടെൻസ് പ്ലേസിൽ 1, 3, 5, 7, 9. 5 ചാൻസ്. യൂണിറ്റ് പ്ലേസിലും 1, 3, 5, 7, 9. അപ്പൊ 5 × 5 25 നമ്പർ. ഇനി 3 അക്ക സംഖ്യ 100 പ്ലേസ്, ടെൻസ് പ്ലേസ്, യൂണിറ്റ് പ്ലേസ്. 5, 5, 5, 125. 5 × 5 × 5 125. അപ്പം മൊത്തം ആഡ് ചെയ്യുമ്പോൾ 125ഉം 150, 155. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? കണ്ടോ? ദി നമ്പർ ഓഫ് വേസ് എ കമ്മിറ്റി ഓഫ്, അതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രോബബിലിറ്റിയിലും വരും. കമ്മിറ്റി ഓഫ് 4 people can be chosen from a panel of 10 people. സിമ്പിൾ ആണ്. എ കമ്മിറ്റി ഓഫ് 4 people can be chosen from a panel of 10 people. അപ്പോൾ 10 പേരിൽ നിന്ന് 4 പേരിൽ എത്ര കമ്മിറ്റി ഉണ്ടാവും? സെലക്ഷനാണ്. പെട്ടെന്ന് കഴിഞ്ഞു. എന്താണ്? 10C4. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. കമ്മിറ്റിയിൽ മെമ്പർമാർ സെലക്ഷനാണ്. അപ്പോൾ പെർമിറ്റേഷൻ അല്ല, കോമ്പിനേഷനാണ്. 10C4ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 10C4 10 ഫാക്ടർ ഉപയോഗിക്കരുത്. 9 × 8 × 7 ഡിവൈഡ് ബൈ താഴെ 1 × 2 × 3 × 4. ഇത് കട്ട് ചെയ്യുക. 2ഉം 4ഉം 8നെ കട്ട് ചെയ്തു. 9 3നെ കട്ട് ചെയ്തു. 3 7 21 210 ആൻസർ ഉണ്ടെങ്കിൽ കറക്റ്റാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അവിടെ സെലക്ഷൻ ആണ്. 10 പേരിൽ നിന്ന് 4 പേരെ ചോസൻ സെലക്ട് ചെയ്യാന്ന് അർത്ഥം. ഓക്കെ, ആയി. അപ്പൊ അടുത്തേക്ക് പോവാം. നല്ലോണം ശ്രദ്ധിച്ചോളി. ദി പോസിബിൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് സ്റ്റാർട്ടിങ് വിത്ത് കെ ഓഫ് ദി വേർഡ്. സ്റ്റാർട്ടിങ് കെ ആയിരിക്കണം. കലിംഗ കൊണ്ട് എത്ര വേർഡ് ഉണ്ടാക്കാം? ആ കെ എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ വരണം. അത് ഫിക്സഡ് ആണ്. അപ്പൊ കെ മാറാൻ പാടില്ല. കെ ഫിക്സഡ് ആണ്. അപ്പൊ നമ്പർ ഓഫ് വേസ് ഓഫ് കെ ഓൺലി 1. കെക്ക് മാറിട്ടില്ല. കെ അവിടെ തന്നെ നിൽക്കണം. ഒരു ചാൻസേ ഉള്ളൂ. പിന്നെ നമുക്ക് എ, എൽ, ഐ, എൻ, ജി ഇത്രയും പേരുണ്ട്.
അതിൽ 2 എ റിപ്പീറ്റഡ് ആണ്. എ ട്വൈസ് വരുന്നുണ്ട്. എ 2 പ്രാവശ്യം വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇതാണ് ഇങ്ങനെ ഷഫിൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് എത്ര ഉണ്ട് തന്നെയൊക്കെ? 1 2 3 4 5 6. അപ്പൊ 6 ഫാക്ടോറിയൽ ബൈ, അതിൽ എ 2 റിപ്പീറ്റഡ് ആണ്. അപ്പൊ കലിംഗ കൊണ്ട് എത്ര വേർഡ് ഉണ്ടാക്കുക? കെ ഫിക്സഡ് ആണ്, ആദ്യം തന്നെ വരണം അല്ലെ, സ്റ്റാർട്ടിങ് വിത്ത് കെ. അപ്പൊ കെക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ, ഞാനത് നോട്ട് ചെയ്തില്ല. ബാക്കി 6 ലെറ്റർ ആണ് ഷഫിൾ ചെയ്യാനുള്ളത്. ഈ 6 എണ്ണത്തിൽ 2 റിപ്പീറ്റഡ് ആണ് എ. അപ്പൊ നമ്മളെ പെർമ്യൂട്ടേഷൻ വിത്ത് എന്താ ദേവികയെ പറഞ്ഞോ? ഹലോ, മോളെ, നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെന്റ് സ്റ്റാർട്ടിംഗ് വിത്ത് കെ ഓഫ് ദി വേർഡ് കലിംഗ. കലിംഗ കൊണ്ട് എത്ര വേർഡ് ഉണ്ടാക്കാം? നീ കെ 2 പ്രാവശ്യം ഒന്നും എഴുതി വെക്കാൻ പാടില്ല. ഇതിൽ കെ 1 പ്രാവശ്യമേ ഉള്ളൂ. അപ്പൊ കലിംഗയിലെ ഈ 7 ആൽഫബറ്റ് ഇൻക്ലൂഡിങ് 2 എ, ആ 7 ലെറ്റർ കൊണ്ടുള്ള വേർഡേ നീ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പൊ നിനക്ക് 2 കെ ഉപയോഗിക്കാൻ പാടില്ല. സ്റ്റാർട്ടിംഗ് വിത്ത് കെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കെ തുടങ്ങണം, കെയിൽ നിന്ന് തുടങ്ങണം, കെ ആദ്യം വരണം എന്നാ. അപ്പൊ കെയുടെ പൊസിഷൻ മാറാൻ പാടില്ല. കെയുടെ പൊസിഷൻ മാറാൻ നമുക്ക് മനസ്സിലായി? ചോദിച്ച സന്തോഷമുള്ളൂ. നമ്മൾ അറിയാത്ത ചോദിക്കണം. ഇപ്പൊ മനസ്സിലായത്? 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ആർക്കും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? മതി. അപ്പൊ ഇങ്ങനെ കണ്ട, അത് നമ്മൾ കുട്ടി പറഞ്ഞ കാര്യം ചിലർക്ക് തെറ്റിപ്പോവും. കെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല, കെ 1 കൂടുതൽ ആവശ്യം പാടില്ല. കാരണം അതിലുള്ള ലെറ്റർ കൊണ്ടേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനിതാ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. NC 2017 ഈക്വൽ ടു NC 2016. അങ്ങനെയാണെങ്കിൽ NC 4033. ഞാൻ നിങ്ങൾക്കൊരു ഫോർമുല തന്നു. NCR ഈക്വൽ ടു NCP. ഇവിടെ പിയും ആറും ഡിഫറൻ്റ് ആണ്. അപ്പൊ P ഈക്വൽ ടു R ആകാം, അല്ലെങ്കിൽ എന്താവും? P പ്ലസ് R ഈക്വൽ ടു N ആവാം. ഉണ്ടോ? അപ്പൊ P ആറും കൂടി കൂട്ടി വെക്കുക. ഇവിടെ പിയുടെ വില 2017 2017 പ്ലസ് 2016 എത്രയാ? 4033. അതാണ് നിങ്ങളെ എന്നിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ. അപ്പൊ N എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? അറിയാത്തവർക്ക് ഞാൻ കാണിച്ചില്ല. NCR ഈക്വൽ ടു NCN മൈനസ് R. കണ്ടോ? അപ്പൊ NC 2017 സമം NC 4000 എത്രയാ? N മൈനസ് 2017. ഉണ്ടോ? ആ ഫോർമുല പ്രകാരം എഴുതിയാൽ ഇങ്ങനെ എഴുതാം, NCN മൈനസ് R. ഇതിനെയാണ് അവർ തന്നത്. എന്ത്? NC 2016. ഇത് 2 ഈക്വൽ ആവും. അങ്ങനെ പഠിക്കേണ്ടത്, അതാണ് എളുപ്പം. അപ്പൊ N ഈസ് ഈക്വൽ ടു ഈ 2017 അങ്ങോട്ട് ആഡ് ചെയ്യും. കണ്ടോ? അപ്പൊ 2016 പ്ലസ് 2017, നിങ്ങളെ സമയം പോണ്ടാച്ചിട്ടാ, 4033. അപ്പൊ N എങ്ങനെ കണ്ടുപിടിക്കുക? NCR ഈക്വൽ ടു NCP. പിയും ആറും തുല്യമല്ലെങ്കിൽ ആറും പിയും കൂട്ടി N ആവും. ഓർന്ന് പറഞ്ഞാൽ അതാ. അപ്പൊ കഴിഞ്ഞു, ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ NC 4033 സമം 4033 C 4033. രണ്ടും സെയിം ആയതുകൊണ്ട് ഒറ്റ ഒന്നാണ്. ആൻസർ ഈസ് 1. ക്ലിയർ ആയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നത്. നമ്മളെ ഫോർമുല ഡയറക്റ്റ് ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം എത്രാമത്തെ ക്വസ്റ്റ്യൻ അപ്പത്? ഫ്രം 4 men and 6 ladies, a committee of 5 is to be selected. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. The number of ways in which the committee can be formed so that men are in majority. അപ്പൊ നിങ്ങൾ ഇതിൽ ഓർക്കേണ്ട, കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. നമ്മളെ കയ്യിൽ 4 മെന്നും 6 ലേഡീസും ആണുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ഇത് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് അല്ല, കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യണം. സെലക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സെലക്ഷൻ, കമ്മിറ്റി ഒക്കെ സെലക്ഷനാണ്. എന്താ വേണ്ടത്? ദി നമ്പർ ഓഫ് ബേസ് ഇൻ വിച്ച് ദി കമ്മിറ്റി ക്യാൻ ബി ഫോംഡ് സോ ദാറ്റ് മെൻസ് ആർ മെജോറിറ്റി. 5 പേരുള്ള കമ്മിറ്റിയാണ്. അതിൽ മെജോറിറ്റി മെന്നായിരിക്കണം. 5 പേരാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ കേസ് 1 എന്താ മക്കളെ? മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ.
അപ്പൊ എനിക്ക് എന്ത് ചെയ്താ 3 men വിത്ത് 2 ladies ഒരു കേസായി. കേസ് 2 4 men വിത്ത് 1 lady 5 പേരായി. ഈ 2 സെലക്ഷനാണ് കേസ് 2 വരും. കേസ് 1ഉം കേസ് 2 2 കേസേ ഉള്ളൂ. ഇനി ഇതിന്റെ നമ്പർ ഓഫ് സെലക്ഷൻ നോക്കാം. ഈ കേസിൽ 3 men ഔട്ട് ഓഫ് 4. അപ്പൊ നമ്പർ ഓഫ് വേസ് എങ്ങനെ കണ്ടുപിടിക്കുക? 4C3 സെലക്ഷൻ ആണ് ഇൻറ്റു 6 2 പേര് 6C2. 4C3 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 3 2 താഴെ 1 2 3. 6C2 6 5 താഴെ മക്കളെ 1 2. അപ്പൊ എത്രയായി? 2 3 ക്യാൻസലായി. 6 2 3 5 15 4 60. അപ്പൊ 60 ബേസ് ആണ് ഫസ്റ്റ് കേസിൽ. ഇനി കേസ് 2 4 men വിത്ത് 1 lady. എങ്ങനെ മെന്നിന് കൂടുതൽ വരാൻ കാരണം? മെൻ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ വേണമെന്ന പെണ്ണുങ്ങളെക്കാളും അല്ലേ? അപ്പൊ നമ്പർ ഓഫ് വേസ് 4 മെന്നിന്ന് 4 പേരെ സെലക്ട് ചെയ്യണം. 6 ലേഡീന്ന് ഒരു ലേഡീനെ സെലക്ട് ചെയ്യണം. അപ്പൊ 4C4 ഇൻറ്റു 6C1. 4 4 വന്നാൽ 1 1 ഇൻറ്റു 6C1 6/1 6 കേസായി. ഉണ്ടോ? 6 കേസ് കിട്ടി. ഇത് ഡിഫറെന്റ് കേസസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതാണ് അഡീഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ ടോട്ടൽ കേസ് 1 പ്ലസ് കേസ് 2 60 പ്ലസ് 6 എത്രയാ? 66. 66 ഉണ്ടോ നോക്കിയേ. ഉണ്ടോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നല്ല മക്കളാണല്ലോ. ഉണ്ടോ? കുഷാറാ. ആരുമില്ല. എന്താ വളരെ സിമ്പിൾ. ഇതൊക്കെ നല്ല പ്രശ്നമാണ്. നമ്മൾ ഈ എന്താ പറയാ പ്രോബബിലിറ്റിയിലൊക്കെ കയറി വരും കേട്ടോ. ഓക്കെ, ഇനി ഇതാ ദി നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ വിത്ത് 15 സൈഡ്സ്. ഒരു പോളിഗണെ 15 സൈഡ് ഉണ്ടെങ്കിൽ അതിന് എത്ര ഡയഗണൽ ഉണ്ട്? അപ്പൊ കുട്ടികൾ ഓർക്കേണ്ടത് n ഇൻറ്റു n മൈനസ് 3. എന്താ മോളെ? ആരാ പറഞ്ഞോ? എന്തും ചോദിക്കാം, ചോദിച്ചോളൂ. കുഴപ്പമില്ല മോളെ. നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ ഓഫ് വിത്ത് 15 സൈഡ്സ്. അപ്പൊ ഒരു പോളിഗണ് n സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല n ഇൻറ്റു n മൈനസ് 3/2, വേർ n ഈസ് ദി നമ്പർ ഓഫ് സൈഡ്സ്. മറക്കരുത്, n ഈസ് 15. ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. 15 ഇൻറ്റു 15 മൈനസ് 3 ഓൾ ഡിവൈഡ് ബൈ 2. സോ 15 ഇൻറ്റു 12/2. 12 2 കൂടി ക്യാൻസൽ ആയപ്പോൾ 6. 15 ഇൻറ്റു 6 90 എന്നുള്ള ആൻസർ ഉണ്ടെങ്കിൽ കറക്റ്റാ. 90 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏത് പോളിഗണിന്റെയും ഡയഗണലിന് കാണാനുള്ള ഫോർമുല n ഇൻറ്റു n മൈനസ് 3/2 ആണ്. വേറെ n ഈസ് ദി നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, നല്ല നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 6 boys and 4 girls a team consisting of 4 children is formed such that the team has at least 1 boy. At least ന്റെ അർത്ഥം അറിയാൻ വേണ്ടിയാ. The number of ways of forming a team like this is. ഇപ്പൊ എന്താ മനസ്സിലായത്? ഇൻ എ ഗ്രൂപ്പ് ഓഫ് 6 boys, 6 ബോയ്സും 4 ഗേൾസും ഉണ്ട്. ഇനി എന്താ പറയണത്? എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് 4 children ഈസ് ഫോംഡ്. 4 കുട്ടികളെ ടീം ഉണ്ടാക്കണം. ടീം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആണ്. സച്ച് ദാറ്റ് ദി ടീം ഹാസ് അറ്റ്ലീസ്റ്റ് 1 boy. അതിൽ നിങ്ങൾക്ക് ഒരു ബോയ് മിനിമം വേണം. മുഴുവൻ ലേഡി ആയി പോകരുത്, ഗേളായി പോകരുത്. അതാണ് അർത്ഥം. ഒരു ബോയെങ്കിലും മിനിമം വേണം. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 boy എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു ബോയ് ആവാ, 2 boy ആവാ, 3 boy ആവാ, 4 boy ആവാ. ഗേള് വേണമെന്നില്ല. ഗേളിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഞാൻ എഴുതാൻ പോണ ശ്രദ്ധിച്ചോ. കേസ് 1 boy 3 girls. കേസ് 2 boy 2 girls. കേസ് 3 boy. അറ്റ്ലീസ്റ്റിന് അർത്ഥം എന്താ? അറ്റ്ലീസ്റ്റ് ഞാൻ 1 ചപ്പാത്തി 2 ചപ്പാത്തി കഴിക്കുന്ന അർത്ഥം എന്താ?
എനിക്ക് മിനിമം 2 ചപ്പാത്തിയും വേണം, അതിൻ്റെ മുകളിൽ എത്ര വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് മുഴുവനാവാം, വേറെ ആർക്കും കൊടുക്കാതെ കഴിക്കാമെന്ന് അർത്ഥം. അതുപോലെ ഇവിടെ കമ്മിറ്റിയിൽ 4 ചിൽഡ്രൻ വേണം, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോയെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു ബോയുള്ള കമ്മിറ്റി ഉണ്ടാക്കുക, 2 ബോയുള്ള കമ്മിറ്റി ഉണ്ടാക്കുക, 3 ബോയുള്ള കമ്മിറ്റി ഉണ്ടാക്കുക, 4 ബോയ് ആവണ കമ്മിറ്റി ഉണ്ടാക്കുക. അപ്പൊ ലേഡീസിനെ കുറിച്ച് അവിടെ ചിന്തിക്കില്ല, ബാക്കിയുള്ളത് ലേഡീസിന് കൊടുത്താൽ മതി. അപ്പൊ കേസ് 3 എന്താ? 3 ബോയ് വിത്ത് 1 ഗേൾ. കേസ് 4 4 ബോയ് വിത്ത് 0 ഗേൾ. അപ്പൊ 4 കേസസ് ഉണ്ട്. ഈ 4 കേസും കൂടി മക്കൾ ആഡ് ചെയ്താലേ ആൻസറിൽ എത്തുള്ളൂ. ഇനി ആദ്യത്തെ സെലക്ഷൻ നമ്പർ ഓഫ് വേസ് 6 ബോയ്സ് ആൻഡ് 4 ഗേൾ ആണ്. അപ്പൊ ബോയ് 1 വേണം, 6 C1, ഗേള് 3 എണ്ണം വേണം, 4 C3. അതിന്റെ വാല്യൂ ഉണ്ട് കാണാം, 6/1 ഇൻറ്റു 4 3 2 താഴെ 1 2 3 2 3 വെട്ടി 6 4 24. 24 ആണ് ആദ്യത്തെ ആൻസർ. ഇനി രണ്ടാമത്തെ കേസ് നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 2 ബോയ്, അപ്പൊ 6ന്ന് 2 എണ്ണം, 4ന്ന് 2 എണ്ണം. എങ്ങനെ വരും? 6 ഇൻറ്റു 5/1 ഇൻറ്റു 2 4 ഇൻറ്റു 3/1 ഇൻറ്റു 2. അപ്പം 2 2 4 വെട്ടി 6 5 30 3 90 വേസ്. അതുവരെ മൂന്നാമത്തെ കേസ് നമ്പർ ഓഫ് വേസ് എന്താണ്? 3 ബോയ് ഫ്രം 6, അപ്പൊ 6 C3, ഒരു ഗേൾ ഫ്രം 4, അപ്പൊ 4 C1. അപ്പൊ എന്ത് വരും? 6 5 4 1 2 3 4/1 2 3 6 പോയി, 4 24 80 80ആയി. നൗ ലാസ്റ്റ് കേസ് നമ്പർ ഓഫ് വേസ് എത്രയാ? 6 ബോയ്ന്ന് 4 ബോയ്, 4 ഗേളിന്ന് 0 ഗേൾ, 4 C0. അപ്പൊ 4ന്ന് 0 സെലക്ട് ചെയ്യാൻ 1 ആണ്. 6 C4 എന്ന് പറഞ്ഞാൽ 6 5 4 3 1 2 3 4 ഇൻറ്റു 1. 4 3 പോയി, 6 2 പോയി, 3 5 15. അപ്പൊ കഴിഞ്ഞു ടോട്ടൽ. ടോട്ടൽ എന്നോ അപ്പൊ അറ്റ്ലീസ്റ്റിന് അർത്ഥം പഠിക്കണം. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഒരു ബോയ് 3 ഗേളാവാം, 2 ബോയ് 2 ഗേളാവാം, 3 ബോയ് 1 ഗേളാവാം, 4 ബോയ് 0 ഗേളാവാം. 4 പേരെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് ആഡ് ചെയ്യണം. 4 5 9 9 1 10 8 2 10 209 ഉണ്ടെങ്കിൽ നിങ്ങളെ കറക്റ്റ് ആൻസറാ. കണ്ടോ? നല്ല ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ ഇത് മനസ്സിലായ കുട്ടികളെ? നല്ല ക്വസ്റ്റൻ ആയിരുന്നു. അതൊക്കെ നിങ്ങൾ ആ ഓർഡറിൽ കൂടെ പഠിക്കണം. നമ്മളെ ബുദ്ധി ഉപയോഗിക്കണം. ഓക്കെ. ഇനി അടുത്തത്, ഇഫ് NCR - 1 equal to 36, NCR equal to 84 and NCR + 1 equal to 126. ഇവിടെയാണ് നേരത്തെ നമ്മളെ വൈഭവ് പറഞ്ഞ ഫോർമുല നല്ലോണം ശ്രദ്ധിച്ചോ. വലുതിനെ ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നാലേ നമുക്ക് 6 കിട്ടുള്ളൂ. ഞാൻ എഴുതാൻ പോകണം, ശ്രദ്ധിച്ചോളൂ, ഇത് കുറച്ച് ടഫാണ്. NCR by NCR - 1 equal to 84/36. ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫോർമുല പറയുന്നുണ്ട്, ഓർക്കണ്ട? NCR by NCR - 1. ഹെഡ് സെയിം ആണ്, വാലിന്റെ വ്യത്യാസം 1 ആയിട്ട് വരണം. അത് താഴത്തെ വാല് ഒന്ന് ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫോർമുല ഹെഡ് മൈനസ് താഴത്തെ വാല് ഡിവൈഡ് ബൈ മുകളിലെ വാല്, മറക്കരുത്. അപ്പൊ N - R - 1/R ഈക്വൽ ടു 84 36 12 പോവും, 12 7 84 12 3 36. കണ്ടോ? ഇനി നിങ്ങളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3നെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ 3 ഇൻറ്റു N - R + 1 ഈക്വൽ ടു 7R. അപ്പൊ 3N 3R 3 7R. ടേക്ക് ഇൻ ടു വൺ സൈഡ്. 3N മൈനസ് ഈ 7 കൂടി ഇങ്ങോട്ട് വരുമ്പോൾ 16 ഈക്വൽ ടു -3. ഇക്വേഷൻ നമ്പർ 1 ആയി. ഉണ്ടോ? അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടി. ഇതുപോലെ ലാസ്റ്റിനെ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉണ്ടോ? NCR + 1 by NCR ഈക്വൽ ടു 126/84. 126/84. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട വാല് ഒന്ന് കുറവാ. ഇവിടെ N മൈനസ് താഴത്തെ വാല് ഡിവൈഡ് ബൈ മുകളിലെ വാല്. ഇതിന് ടെയിൽ എന്ന് പറയാം കേട്ടോ, ശരിക്കും വാല് എന്നാണ് മലയാളം.
ടെയിൽ ഹെഡ്, എന്നാണ് ഹെഡ്, ടെയിലാണ് R+1, ടെയിലാണ് R, എന്നാണ് ഹെഡ്. ഹെഡുകൾ സെയിം ആവണം, വാലിൻ്റെ ഡിഫറൻസ് 1 വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിവിഷൻ n-r/r+1 ഈക്വൽ ടു 126ൽ 42 പോവും 3 ടൈംസ്, 42 84ൽ 2 ടൈംസ്, മറന്നു വരുത്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ, ഇതിനിങ്ങോട്ട് ഗുണിക്കുക. അപ്പം 2 × n-r ഈക്വൽ ടു 3 × r+1. അപ്പം എന്ത് വരും? 2n - 2r ഈക്വൽ ടു 3r + 3, 3r ഇങ്ങോട്ട് എടുക്കുക. അപ്പം 2n - 5r ഈക്വൽ ടു 3 എന്ന് വരും, ഇക്വേഷൻ നമ്പർ 2. അപ്പം നമുക്ക് n-ഉം r-ഉം വരുന്ന 2 ഇക്വേഷൻ കിട്ടി മക്കളെ. ഇത് സോൾവ് ചെയ്ത ആൻസറായി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് r എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സെക്കൻഡ് ഇക്വേഷൻ വേണമെങ്കിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 വേഗം കിട്ടും, നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 2, സോ വാട്ട്? 4n - 10r ഈക്വൽ ടു 6. ഫസ്റ്റ് ഇക്വേഷൻ ചോർട്ട് ചെയ്ത 3n - 10r ഈക്വൽ ടു -3, സബ്ട്രാക്ട്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഇക്വേഷൻ താഴെ എഴുതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും? 4n നിന്ന് 3n പോയാൽ 1n, 6 പോയി, 6 - -3 9 ഉണ്ടോ? എന്നിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് 6 കാണേണ്ടത്. അപ്പം എന്നിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുകയാണ്. സെക്കൻഡ് ഗീവ്സ് 2 × 9 - 5r ഈക്വൽ ടു 3. അപ്പം 18, ഈ 3 ഇങ്ങോട്ട് എടുക്കുക, ഈക്വൽ ടു 5r. 15 5r. അപ്പോൾ r ഈക്വൽ ടു 15/5. മക്കളെ 3 ഉണ്ടോ നോക്കിയേ, അതാ ആൻസർ ഈസ് 3. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ സോൾവ് ചെയ്യാനുള്ള ചിലപ്പം വരും, മാത്സ് അല്ലേ. ക്ലിയർ ആയോ? സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്, ഇതിൽ സിമ്പിൾ മെത്തേഡ് ഇല്ല. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. If the letters of the word Sachin arranged in all possible ways, all these words are written out as in a dictionary, then the word Sachin appears a serial number, at a serial number. അപ്പോൾ സച്ചിൻ്റെ റാങ്ക് എന്താണെന്ന് വെച്ചത് ഞാൻ നേരത്തെ അത് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. SACHIN. ആർക്കെയും മനസ്സിലായാലും ഒന്നുകൂടി ശ്രദ്ധിക്കാം. അപ്പം ഇത് NCERT-യിലൊക്കെ ഒരു പേജിലാണ് ചെയ്തു വെക്കുന്നത്. എന്നിട്ട് അത് നിങ്ങൾക്ക് ചിന്തിക്കാനും പോലും തോന്നൂല, അങ്ങനത്തെ രീതിയിലാണ്. ആദ്യത്തെ ലെറ്റർ ഏതാ? എ, അവിടെ 1ാമത്തെ നമ്പർ ഉണ്ട്. സി 2ാമത്തെ നമ്പർ, എച്ച് 3ാമത്തെ നമ്പർ, ഐ 4, N 5, എസ് 6. അപ്പോൾ 6 ലെറ്റർ ആണ് ഇതിൽ വന്നത്. നൺ ഓഫ് ദം ആർ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പ്രശ്നമില്ല. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 0 ഫാക്ടോറിയൽ തുടങ്ങണം, പിന്നെ 1 ഫാക്ടോറിയൽ, പിന്നെ 2 ഫാക്ടോറിയൽ, പിന്നെ 3 ഫാക്ടോറിയൽ, പിന്നെ 4 ഫാക്ടോറിയൽ. അധികം 6 ലെറ്റർ അധികം വരാറ്. 5 ഫാക്ടോറിയൽ ആകുമ്പോൾ 6 എണ്ണം ആയോ നോക്കുക. 6 എണ്ണം വരെ പോകണം. 1 2 3 4 5 6. ഇനി എല്ലാത്തിനെയും പ്ലസ് ഇടണം നടുക്കിൽ. അതാണ് അതിൻ്റെ ഈസി മെത്തേഡ്. ഇനി എന്ത് ചെയ്യണം? ഞാൻ എസ്സിനെ കട്ട് ചെയ്യാൻ പോകും. അപ്പം എസ്സിനേക്കാളും നല്ല നമ്പറുകളാണ് മുന്നിൽ വന്നവരാണ് 5 പേരും. 5 എണ്ണം എസ്സിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. എസ്സിനെ കട്ട് ചെയ്തു. ഇനി എയുടെ മുന്നിൽ വന്നവരാരും ഇല്ല, അപ്പൊ 0, അത് പോയി. 2ന്റെ മുന്നിൽ ആരും തന്നെ ഇല്ല. 2ന്റെ മുന്നിൽ ഒന്നും ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെയും 0, അതും പോയി. 3ന്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെയും 0, അതും പോയി. 4ന്റെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, അതും പോയി. അവസാനത്തെ എപ്പോഴും വേണമെന്ന് ഞാൻ പറഞ്ഞു, അവിടെ നോക്കാനില്ലല്ലോ. അപ്പൊ ഇത് എത്രയാണെന്നറിയോ? 5 × 120. 0, വീണ്ടും 0, വീണ്ടും 0, വീണ്ടും 0, 1. 600 + 1. അപ്പൊ 601 സച്ചിന്റെ റാങ്ക്. 601 കണ്ട കിടക്കുന്നത്.
നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവർക്കും ഈസി മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് അല്ലേ? റിപ്പീറ്റ് ചെയ്യാൻ അങ്ങനെ വന്നില്ല, റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓക്കെ സർ, അപ്പം ആ. 0 ഫാക്ടോറിയൽ തൊട്ട് എത്ര വരെയാ അതിൽ എത്ര ലെറ്റർ ഉണ്ട് മോളെ? ലെറ്ററിന്റെ നമ്പർ ഇൻക്ലൂഡിങ് 0. അപ്പൊ 6 എണ്ണാകുമ്പോൾ നിർത്തണം. ഇൻക്ലൂഡിംഗ് 0 ആ 0 ഫാക്ടർ എപ്പോഴും കൗണ്ട് ചെയ്യാനുള്ള. സച്ചിൻ എന്നുള്ള വേർഡാണ് ലാസ്റ്റ്, അതിനുള്ളതാണ് 1. ഓക്കെ, മനസ്സിലായി. അടുത്തത് ദി നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 6 men and 5 women can dine at a round table if no 2 women are to sit together is given by. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഭക്ഷണം കഴിക്കാൻ പോവാണ്. 6 മെന്നും ഉണ്ട്, 5 വുമണും ഉണ്ട്. അറ്റ് എ റൗണ്ട് ടേബിൾ. അപ്പം സർക്കുലർ പെർമിറ്റേഷൻ ആണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തെറ്റുപേര് എവിടെ. അപ്പോൾ ഒരു സർക്കിളിന്റെ മുകളിൽ 6 പേര് ഇരിക്കാൻ പോവുകയാണ്. ആദ്യം ഇരുത്തുന്നവരെ 1 കുറയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഇരിക്കാൻ പോണത് ആരാ? നമുക്ക് ആ മെന്നിനെ ആദ്യം അറേഞ്ച് ചെയ്യാം. മെന്നിനെ. അപ്പം ഞാൻ മെന്നിനെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. 6 മെന്നുണ്ട്. 2, 3, 4, 5, 6. അപ്പം M1, M2, M3, M4, M5, M6. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് 6 men are arranged on a round table. 6 men arranged on a എവിടെയാ? റൗണ്ട് ടേബിൾ. നമ്പർ ഓഫ് വേസ് ഈസ് 6 - 1 ഫാക്ടോറിയൽ. അപ്പൊ 5 ഫാക്ടോറിയൽ കിട്ടി. അല്ല 1 കുറയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ 1 കുറയ്ക്കേണ്ട സിറ്റുവേഷൻ കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞേ? 5 വുമണെ കൂടി അറേഞ്ച് ചെയ്യണം അല്ലേ? പിന്നെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്. നോ 2 വുമൺസ് ആർ ടു സിറ്റ് ടുഗദർ. അപ്പൊ 2 വുമണ് അടുത്തടുത്ത് വരരുത്. അപ്പൊ നിങ്ങള് ഈ മെന്നിന്റെ ഒക്കെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്, കണ്ട കുട്ടികളെ? ആ ഗ്യാപ്പിൽ വേണം ആരെ കൊണ്ടിരുത്താൻ? വുമണിരുത്താൻ. അപ്പൊ എത്ര ചാൻസ് ഉണ്ടെന്ന് ഞാൻ കാണാൻ പോയി. ഇനി നിങ്ങൾ സർക്കിളിന്റെ കേസ് എടുക്കാൻ പാടില്ല. സർക്കിളിന്റെ കഴിഞ്ഞു. ആദ്യം അറേഞ്ച് ചെയ്യുന്നതിന് 1 കുറയ്ക്കണം. ഇനി എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. 2 പേരടയ്ക്ക്. കണ്ട, ഒരു ഗ്യാപ്പ് ഇവിടെ, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്. ഈ 6 ഗ്യാപ്പില് 5 വുമൺ പോയിരിക്കുകയാണെങ്കിൽ, ഓരോരുത്തർ ഇരിക്കുകയാണെങ്കിൽ 2 പുരുഷന്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ വരും അല്ലെ? വുമൺ വരും. അപ്പൊ നമുക്ക് റെപ്യൂട്ടേഷൻ വരുന്നില്ല. 2 സ്ത്രീകൾ അടുത്തടുത്ത് വരുന്നില്ല. ഈ 6 ഗ്യാപ്പില് 5 പേരെ ഇരുത്തണമെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താ? ഇനി 1 കുറയ്ക്കാൻ പാടില്ല. 1 ആദ്യത്തെ കേസിൽ കുറയ്ക്കാവും. അപ്പൊ 5 വുമൺ പെർമ്യൂട്ടഡ് ഇൻ 6 പ്ലേസസ്. എത്ര വരിക? 6p5. 6p5. അതായത് 6 പ്ലേസ് ഉണ്ട്. അവിടെ 5 സ്ത്രീകൾക്ക് പോയിരിക്കുക, ഓരോരുത്തരായിട്ട്. അപ്പൊ ആദ്യം വരുന്നൊക്കെ 6 ചാൻസ് ഉണ്ട്. 6 എവിടെ വേണമെങ്കിൽ പോയിരിക്കുക അല്ലേ? രണ്ടാമത്തെ 5 ചാൻസ്. അപ്പൊ ഇതെങ്ങനെ എഴുതാന്നറിയോ? 6 × 5 × 4 × 3 × 2. ഒന്നില്ലെങ്കിൽ നമ്മൾ അതിനെ 6 ഫാക്ടോറിയൽ എന്ന് പറയാം. കേട്ടോ, 6 ഫാക്ടോറിയൽ. 6 എണ്ണത്തിന് 5 എണ്ണം അറേഞ്ച് ചെയ്യാനുള്ള സാധ്യത. 6p5. ഇനി കഴിഞ്ഞ് ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇവർ ഒരുമിച്ചിരുന്ന് കഴിക്കണം. അപ്പൊ ഇത് ടുഗദർ ഒരുമിച്ച 5 × 6 ഫാക്ടോറിയൽ. ഉണ്ടോ? ഓപ്ഷൻ എ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ കാത്തിരിക്കുന്നു. അതായത് സർക്കുലർ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പം ആദ്യം ഇരുത്തുന്നതെന്നാണ് നിങ്ങൾ 1 കുറയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ കൂടുതൽ പേര് വന്ന് ആര്? നമ്മള് സ്ത്രീകൾ അടുത്തടുത്തിരിക്കരുന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം പുരുഷന്മാരെ ഇരുത്തണം, എണ്ണം കൂടുതലതാ. അപ്പൊ ആദ്യം നമ്മൾ മെന്നിനെ. എന്താ സംശയം ഉണ്ടോ നമ്മൾ? ഐശ്വര്യ പറഞ്ഞോ. ഇവിടെ 5 വുമണിന് 6 സീറ്റ് ഉണ്ടോ? നമുക്ക് 6 പേര് സർക്കിളിൽ ഇരുന്ന് എത്ര ഗ്യാപ്പ് വരുന്നു നോക്ക്. 2 സ്ത്രീകളടക്കി ഒരു ഗ്യാപ്പ്. 1, 2, 3, 4, 5, 6. കണ്ട, അതാ വരച്ചേ. അപ്പൊ 6 ഗ്യാപ്പിൽ 5 സ്ത്രീകളെ പോയിരിക്കാവൂ. അപ്പൊ ഒരു സീറ്റ് എന്തായാലും ഒഴിഞ്ഞു നടക്കുന്നുണ്ടാവും. 2 പുരുഷന്മാർ അടുത്തടുത്ത് വരാം, സ്ത്രീകൾ അടുത്തടുത്ത് വരരുത്. അപ്പൊ 6 പ്ലേസിൽ 5 പേരെ അറേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് 6p5. മനസ്സിലായോ? കണക്കാക്കാലോ. ഇവിടെ നീ ക്വസ്റ്റ്യൻ വായിക്കേ.
ഇഫ് നോ ടു വുമൻസ് ആർ സിറ്റ് ടുഗദർ, രണ്ട് പുരുഷന്മാർക്ക് അടുത്തിരിക്കുക, വുമൺ ഇരിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഈ വുമണ് പുരുഷന്മാരുടെ ഇടയ്ക്ക് തന്നെ പോയിരിക്കണം. അതാണ് ആ ക്വസ്റ്റ്യൻ. അതാ നല്ല ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ മോളെ? മറന്നു വരുത്. നല്ല ക്വസ്റ്റ്യനാ. നല്ല ക്വസ്റ്റ്യനാ. ഒരുമിച്ചിരുന്നിട്ടില്ലെങ്കിലോ? എങ്ങനെ? ക്ലിയർ ആയില്ല. ഒരുമിച്ചിരിക്കാണ്ടാണെങ്കിലോ? മോളെ ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയ്. വുമൻസ് ഒരുമിച്ചിരിക്കാണെങ്കിലോ? വുമണ് ഒരുമിച്ചിരിക്കുകയാണെങ്കിലോ? ഒരുമിച്ചിരിക്കാണ്ടാണെങ്കിലോ? ഇപ്പൊ ഇവിടെ ഒരുമിച്ച് ഇരിക്കരുതെന്നല്ലേ, ഇരിക്കുന്നാണെങ്കിലോ? ഒരുമിച്ചിരിക്കാന്ന് പറയാൻ അങ്ങനെ കേസ് വരില്ലല്ലോ. എല്ലാവർക്കും കൂടി അവിടെ ആ ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ വുമൺ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞത്. നീ പറഞ്ഞേ വുമൺ ഒരുമിച്ചിരിക്കാന്നാണോ പറഞ്ഞത്? ഹലോ, വുമൺ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് വുമണ് ആദ്യം ഒരു ഇതാക്കണം, ഒരു ഗ്രൂപ്പ് ആക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ആ മാത്തമാറ്റിക്സ് എടുത്ത പോലെ. അപ്പൊ വുമണിനെ എത്ര രീതിയിൽ പെർമിറ്റ് ചെയ്യുക? 5 ഫാക്ടോറിയൽ. മനസ്സിലായോ? ഹലോ, വുമൺ ഒരുമിച്ചിരിക്കണമെങ്കിൽ 5 ഫാക്ടർ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? സർക്കിളിന്റെ മുകളിൽ ഇതാ പുരുഷന്മാര് M1, M2, M3, M4, M5, M6, പിന്നെ നമ്മളെ സ്ത്രീകൾ ഒന്നായിട്ടുള്ള വുമന്റെ ഒരു ഗ്രൂപ്പും. അപ്പൊ 1, 2, 3, 4, 5, 6, 7 എണ്ണം. അത് സർക്കിളിന്റെ മുകളിൽ ഇരുത്തുമ്പോൾ 7 - 1 ഫാക്ടോറിയൽ. അപ്പോഴും 6 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. അപ്പോഴും അതിനെ വരിക 6 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ. ആ ഗ്രൂപ്പ് ആക്കി എടുക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാരും റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കണ്ടാ, ഇത് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ. എ സ്റ്റുഡന്റ് ഈസ് ടു ആൻസർ 10 out of 13 questions. 13 എണ്ണത്തിൽ 10 എണ്ണം ആൻസർ ചെയ്യണം. സച്ച് ദാറ്റ് ഹി മസ്റ്റ് ചൂസ് അറ്റ്ലീസ്റ്റ് 4 ഫ്രം ദി ഫസ്റ്റ് 5 questions. അപ്പൊ 5 എണ്ണത്തിൽ ആദ്യത്തെ 4 എണ്ണം ആൻസർ ചെയ്യണം, മസ്റ്റാണ്. ബാക്കി 8 എണ്ണത്തിന് ബാക്കി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ടുണ്ട്. ആദ്യം 5 ക്വസ്റ്റ്യനും പിന്നെ 8 ക്വസ്റ്റ്യനും. ഈ 5 എണ്ണത്തിന് മിനിമം 4 എണ്ണം ആൻസർ ചെയ്യണം, അറ്റ്ലീസ്റ്റ് 4 ഫ്രം ദി ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് 4 എണ്ണമെങ്കിൽ ആൻസർ ചെയ്യണം. ബാക്കി 8 എണ്ണത്തിന് ബാക്കി ചെയ്താൽ മതി. മൊത്തം ആൻസർ 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് കേസ് 1, 2 കേസ് വരും ആഡ് ചെയ്യാൻ. അതായത് 4 ഫ്രം ഫസ്റ്റ് 5, 4 ഫ്രം ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻ ആൻഡ് 6 ഫ്രം റിമൈനിങ് 8. ഒരു കേസായി. കേസ് 2 എന്താ? 5 ഫ്രം ഫസ്റ്റ് 5. ഫസ്റ്റ് 5 5 എടുത്ത്, അപ്പൊ ബാക്കി 5 എണ്ണം ഫ്രം 8. മനസ്സിലായോ? ആദ്യം 4 എണ്ണം 5 എണ്ണത്തിന് എടുക്കുക, ബാക്കി 8 എണ്ണത്തിന് 6 എണ്ണം മതി. കേസ് 2 5 എടുക്കുക, മറ്റൊന്ന് 5 എണ്ണം മതി. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് ബേസ് എങ്ങനെയാണ്? 5 എണ്ണത്തിന് 4 എണ്ണം സെലക്ട് ചെയ്യണം. പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ സെലക്ഷനാ അല്ലേ? നമ്മൾ ചോയ്സ് എന്നാൽ എല്ലാം കൂടെ ആൻസർ ചെയ്തേക്കില്ല. 5C4 ഇൻറ്റു 8C6 നമ്പർ ഓഫ് വേസ്. അപ്പം 5C4 എന്ന് പറഞ്ഞാൽ 5, 4, 3, 2, 1, 2, 3, 4. 8C6 എന്ന് പറഞ്ഞാൽ 8 സീറ്റ് ഉണ്ടാവേ. 8, 7, 1, 2. അപ്പൊ 28, 5, 140 140 കേസായത്. ഓക്കെ. ഇനി സെക്കൻഡ് നമ്പർ ഓഫ് വേസ് 5C5 ഇൻറ്റു 8C5. അപ്പൊ 1 ഇൻറ്റു 8, 7, 6, 5, 4. 1, 2, 3, 4, 5. 5 4 പോയി. 2, 3, 6, 7, 56 56 അല്ലെ? 56. ആദ്യത്തേല് 140.
അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് കാണാൻ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ 140 കൂടെ ഈ 56 നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ 6, 5, 4, 9, 1. അത് ആൻസറിൽ 196 കാണും. കണ്ടോ? 196. ഞാൻ ഒന്നുകൂടി പറയാം. കേസ് 1, അതായത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിന് 2 പാർട്ടുണ്ട്. 5 ക്വസ്റ്റ്യനും പിന്നെ 8 ക്വസ്റ്റ്യനും. ആദ്യത്തെ 5 എണ്ണത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 4 ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? 4 എണ്ണം ആൻസർ ചെയ്യുക. ബാക്കി 6 എണ്ണം രണ്ടാമത്തെ 8 എണ്ണത്തിൽ നിന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യത്തെ 5ഉം ആൻസർ ചെയ്യുക, മറ്റേന്ന് 5 എണ്ണം എടുത്താൽ മതി. അപ്പോൾ കേസ് 1 4 ഫ്രം 5, 6 ഫ്രം 8. കേസ് 2 5 ഫ്രം ഫസ്റ്റ് 5, പിന്നെ 5 ഫ്രം സെക്കൻഡ് 8 എന്ന്. അപ്പം നമ്പർ ഓഫ് വേസ് 5C4 × 8C6. അപ്പം അത് 140 കേസ് വരും. 5 ഫ്രം 5 എന്ന് പറഞ്ഞാൽ 5C5, 8 അതിൽ 5 എണ്ണം 8C5, അത് 56. അപ്പം 140ഉം 56ഉം എത്രയായി? 196 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലേ? പെർമ്യൂട്ടേഷൻ്റെ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പം ഇനി ഇത് സംശയം ഉണ്ടോ? ഈ ലാസ്റ്റ് പ്രോബ്ലം സംശയം ഉണ്ടോ മക്കളെ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. 5 മിനിറ്റ് വരെ ഇനിയുണ്ട്. 2 മണിക്കൂർ ആവുന്നുള്ളൂ അല്ലേ? 2-3 മിനിറ്റ് ഇനിയുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായോ? സ്പീഡ് കൂടുതലുണ്ടോ? എന്തും പറയാം. ഇവിടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് അന്ന് അവനാ വലിയ ചാപ്റ്റർ 2 ചാപ്റ്ററില്ലേ? ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്നറിയോ? നന്നായിട്ട് പഠിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. നിങ്ങളെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം. ഇന്ന് കുറച്ച് പേര് പരീക്ഷയൊക്കെ പോയിക്കണോ? സംശയം ഉണ്ടോ? ചോദിച്ച മോനെ. ആരാ? ഇവിടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ്, ചോസൺ എന്ന് കാണും. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഓർഡർ എന്നാണ് പറയാം. ഇപ്പൊ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അത് സെലക്ഷനാണ്. ഒരു ടീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സെലക്ഷൻ. നമ്മൾ പരീക്ഷ ചെയ്താൽ സെലക്ഷനാണ്. നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് 10 ക്വസ്റ്റ്യൻ 5 എണ്ണം ചെയ്താൽ മതി. നമ്മൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, എളുപ്പമുള്ളത് ചെയ്യല ചെയ്യുക. സെലക്ഷൻ ആ വേർഡിൽ നിന്ന് പിടിക്കണം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ്. നമ്പർ ഓഫ് വേർഡ്സ് ആർ ഫോംഡ് എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്മെന്റാണ്. എത്ര വേർഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം. മനസ്സിലായോ? പറയ് മോനെ, മനസ്സിലായോ പറഞ്ഞു? മാറിപ്പോരാ. ആ വേർഡ് തന്നെ ഉണ്ട്. ഇപ്പൊ ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ കണ്ട അതിൽ നോക്കിയേ, ചോസൻ, ചൂസ് എന്നുണ്ടാ. അപ്പൊ സെലക്ഷനാണ്. ചൂസ് ചെയ്യാൻ സെലക്ഷനാണ്. എന്താ ഇനി സംശയം ഉണ്ടാ? തേജലക്ഷ്മി പറഞ്ഞ മോളെ. നേരത്തെ ക്വസ്റ്റ്യനില് ഇപ്പൊ കേസ് ഇപ്പൊ 6 men 5 women റൗണ്ട് ടേബിളില് കൊടുത്ത സമയത്ത് ഇപ്പൊ അതില് വേറെ കേസസ് ഇപ്പൊ നോ വുമൻ ടുഗദർ എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ വേറെ കേസസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് ഇപ്പൊ 6 + 5 11 - 1 ഫാക്ടോറിയൽ ആൻസർ വരുന്നത്. നമ്മള് പഠിച്ചു കഴിഞ്ഞപ്പോ അത് എങ്ങനെ അറേഞ്ച് ചെയ്യാറുണ്ട്? അത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഒന്ന് കുറച്ചാൽ മതി. കറക്റ്റാ നീ പറഞ്ഞത് കേട്ടാ. അങ്ങനെ നമ്മൾ സ്വയം ആലോചിക്കുന്നുണ്ട്. ഓക്കെ മോളെ. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. നമ്മളെ സമയമായി. സംശയമൊന്നുമില്ല ഇനിയില്ലേ? എല്ലാവരും ഹാപ്പിയാണല്ലോ. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് പഠിക്കുക. പരീക്ഷകളൊക്കെ നന്നായിട്ട് എഴുതുക കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.